പല മതവിശ്വാസത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കൃഷിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആൾക്കാർ അറിയാതെ തന്നെ തീവ്രവാദികളാവും എപ്പോഴും. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു ആൾക്കാരായിട്ട് പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മാറാറുണ്ട്. ഇപ്പം നമ്മളെല്ലാ മേഖലയിലും ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ മെഡിക്കൽ സയൻസിലാണെങ്കിൽ ഒരുപക്ഷെ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് വേറെ ഒന്നിനെയും, കാരണം അവർ മിങ്കിൾ ചെയ്യുന്നതും അവരടുത്ത് ഇടപെടുന്നതും അവരുടെ കൂട്ടുകാരും എല്ലാവരും പിന്നെ സെയിം കാറ്റഗറി ആൾക്കാരാണ്. അത് മാത്രമേ ശരിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. വേറൊരു വിഭാഗം നമ്മൾ പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ അങ്ങനെ ആയുർവേദം ഇങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഹോമിയോ, അത് വേറൊരു വിഭാഗം. അവർ ടോട്ടലി ഇതിനെ മൊത്തം മോഡേൺ മെഡിസിനെ കംപ്ലീറ്റ് ആയിട്ട് എതിർക്കുന്നവർ. ഇങ്ങനെ നമ്മൾ എന്നും ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറഞ്ഞ പോലെയാണ് ഇതിനകത്തൊക്കെ നിൽക്കുന്നത്. ഇത് തന്നെയാണ് കൃഷിയിലും. അതായത് കൃഷിയിൽ പലരും നമ്മൾ ജൈവ കർഷകർ, നമുക്ക് അടുത്ത കാലങ്ങളിലായിട്ട് നമുക്കറിയാം ജൈവ കൃഷി ചെയ്യുന്ന ധാരാളം പേരെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. ജൈവ കൃഷിക്കാരായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ പൊതുവേ ഒരു വിശ്വാസം, നമ്മൾ വേറെ ഒരു സാധനവും ഉപയോഗിക്കാൻ പാടില്ല, പഴയ പരമ്പരാഗത കൃഷി രീതികൾ 200 വർഷം മുമ്പുണ്ടായിരുന്ന കൃഷി രീതികളാണ് മാത്രമാണ് അവലംബിച്ചാൽ മാത്രമേ ജൈവമാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവർ സസ്റ്റൈനബിളാണ്, പക്ഷേ അവർ പലരും പ്രോഫിറ്റബിൾ അല്ല. കാരണം പ്രൊഡക്ഷൻ വരാതെ വരും, ഉൽപ്പാദനം വരികയില്ല. കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വിത്തുകളും തൈകളും പൊതുവെ ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഹൈ ന്യൂട്രീഷൻ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ന്യൂട്രീഷൻ അനുസരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ വരികയില്ല. അപ്പോൾ അവർ ലാഭത്തിലാവുകയില്ല. അവരന്നേരം കൂടുതൽ വില കിട്ടിയാലേ അവർക്ക് മുതലാവുള്ളൂ. അപ്പോൾ മാർക്കറ്റിങ്ങിന് പ്രശ്നം, കൂടുതൽ വില കൊടുത്ത് വാങ്ങാനായിട്ട് ആൾക്കാർ തയ്യാറാകുന്നില്ല. ഇതാണ് ജൈവ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നം. അവരുടെ ഉൽപ്പന്നം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ട് അവർക്ക് വില കൂടുതൽ കിട്ടിയാലേ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ആ വില കൂടുതൽ കൊടുക്കാൻ എന്നൊരു വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിൻ്റെ വിലയോ അതിൻ്റെ ക്വാളിറ്റിയോ അറിയാൻ ശ്രദ്ധിച്ച് വാങ്ങുന്നുള്ളൂ. അവർ പല ആൾക്കാരും അവരുടെ കൃഷി രീതി സസ്റ്റൈനബിൾ അല്ല. എന്നാൽ വേറൊരു വിഭാഗം ആൾക്കാരുടെ കൃഷിരീതി അവരുടെ കൃഷിരീതി സസ്റ്റൈനബിളാണ്, പ്രോഫിറ്റബിൾ അല്ല. എന്നാൽ വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, കെമിക്കലും പോയിസണും കൊണ്ട് മാത്രമേ കൃഷി നടക്കുകയുള്ളൂ, ബാക്കിയെല്ലാം വെറും വേസ്റ്റാണ് എന്ന് വിശ്വസിക്കുന്ന വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്. അവരുടെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും വിഷവും രാസവളവും ഒക്കെ ഉപയോഗിച്ച് ഔട്ട്പുട്ട് എങ്ങനെയും കൂട്ടുക, ഉൽപ്പാദനം കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവരുടെ സസ്റ്റൈനബിൾ അല്ല. കാരണം ഓവർ എ പീരീഡ് ഓഫ് ടൈം പയ്യെ കൃഷി മോശമായിട്ട് വരികയും രോഗങ്ങൾ കൂടുകയും അമിതമായിട്ട് വിഷങ്ങൾ ഉപയോഗിക്കേണ്ടി വരികയും മോശമായിട്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയും അവർ രോഗങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് എത്തുകയാണ് ആ കാറ്റഗറി ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നിൽക്കുന്ന എന്ന് പറയുന്ന ശത്രുക്കൾ നിൽക്കുന്ന പോലെയാണ് ഇതിനകത്തെല്ലാം. ജാതി, മതം, അല്ലെങ്കിൽ നമ്മൾ ചികിത്സാരംഗം എന്ന് പറയുന്നത് തന്നെയാണ് കൃഷിയിലും. അപ്പം നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സേവ് ദ മദർ എർത്ത് എന്ന് പറഞ്ഞ മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ പ്രോഫിറ്റബിളും ആവണം, സസ്റ്റൈനബിളും ആവണം. ഇതിൻ്റെ നടുക്കൂടെ നമ്മൾ പോകുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മൾ ഒരിക്കലും പ്രകൃതിയെ നശിപ്പിക്കാതെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഉൽപ്പാദനം കൂട്ടി ലാഭത്തിൽ കൃഷി നടത്താനുള്ള ടെക്നോളജിയാണ് ഇതിൽ കൂടെ നമ്മൾ പറയുന്നത്. ഇതാണ് ശരി. കാരണം ഒരു സേഫ് ടു ഈറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് ആൾക്കാരെ, ഫാമേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓർഗനൈസേഷൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 22 വർഷമായി. മറ്റ് രാജ്യങ്ങളിലൊക്കെ നമുക്ക് അറിയാം, വളരെ ചെറിയ രാജ്യങ്ങളായ ഇസ്രായേലും കൂടി കേരളത്തിൻ്റെ പോപ്പുലേഷനേ ഉള്ളൂ 3.5 കോടി ആൾക്കാർ മാത്രമുള്ള രാജ്യമൊക്കെ ഇന്ന് ലോകത്തിന് മുഴുവൻ ആഹാരം കൊടുക്കാമെന്ന് പറയുന്ന ലെവലിലേക്കുള്ള ഉൽപ്പാദനം കൂട്ടാനുള്ള മോഡേൺ ടെക്നോളജീസിലേക്ക് അവർ വന്നതുകൊണ്ടാണ് ഫാമേഴ്സിനെ, കൃഷിക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളും, ചൈനയെ പോലും ലോകത്തെ ടോപ്പ് 5-നകത്താണ് അഗ്രികൾച്ചറിനകത്ത്. ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് ടെക്നോളജിയാണ് ഈ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. 22 വർഷം മുമ്പ് കൊണ്ടുവന്ന് ഇന്ത്യൻ ഫാമേഴ്സിൻ്റെ ഇടയിൽ മോഡേൺ ടെക്നോളജികൾ പഠിപ്പിച്ചു കൊടുക്കുകയും ആ ഫാമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് ടെക്നോളജി പ്രൊഡക്റ്റ് കൊടുത്ത് അപ്ലിഫ്റ്റ് ചെയ്യുക. ഒരു കൃഷിക്കാരനെ അഭിമാനത്തോടെ ആൾക്കാരുടെ മുമ്പ് ഞാനൊരു കൃഷിക്കാരനാണ് എന്ന് പറയാൻ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് ഈ ഒരു മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ കൃഷിക്കാർ പല ആൾക്കാരും ചുരുണ്ടുകൂടി ഞാനിങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നതിന് പകരം ആൾക്കാർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ നെഞ്ചും പിരിച്ച് നിൽക്കേണ്ടത്. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂവും റെസ്പെക്റ്റും കിട്ടേണ്ടത് കൃഷിക്കാർക്കാണ്. കാരണം ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരെയും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷിക്കാരാണ്. അപ്പോൾ അഭിമാനത്തോടെ ഞാനൊരു കൃഷിക്കാരനാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റും വീർത്തിരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ലാഭകരമായിട്ടുള്ള കൃഷിയെ നമ്മൾ ലാഭത്തിൽ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യുന്നോ ആ ലെവലിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമും ഈ ഒരു ഓർഗനൈസേഷനും ഈ സേവ് ദ മദർ എർത്ത് എന്ന് പറഞ്ഞ മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇന്ത്യയിൽ ഇത്രയും വർഷമായിട്ട് വിജയകരമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലും കഴിഞ്ഞ 9 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ
ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നത്. ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് നിരന്തരം ഞങ്ങൾ കഴിഞ്ഞ 9 വർഷമായിട്ട് മീറ്റിങ്ങുകൾ പല സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും പേര് ഇന്നിപ്പം ഇതിനകത്ത് വരുന്നത്. ധാരാളം ആൾക്കാരെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാനും സാധിച്ചത്. അപ്പോൾ ഈ ഒരു കൃഷിയുടെ ഒരു അടിസ്ഥാന തത്വത്തിലേക്ക് നമുക്ക് പോകാം. ഏറ്റവും അടിസ്ഥാന ജൈവം ചെയ്താലും അല്ലാതെ ചെയ്താലും ഏത് ചെയ്താലും കൃഷി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്ന് പറയുന്നത് മണ്ണാണ്, മണ്ണും വിത്തുമാണ്. ഈ 2 കാര്യങ്ങളിലുള്ള അറിവ് അല്ലെങ്കിൽ ഈ 2 കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് കൃഷിയിൽ വിജയിക്കുന്നത്. പല ആൾക്കാരും ഒരുപക്ഷെ ഏറ്റവും കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന മേഖലയാണ് ഇത് രണ്ടും. കാരണം ബാക്കിയുള്ള കാര്യങ്ങളിലാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് മുഴുവനും. കാരണം നമുക്ക് കിട്ടുന്നിടത്താണ് നമ്മുടെ കോൺസെൻട്രേഷൻ. കിട്ടണമെന്നുണ്ടെങ്കിൽ ചോട്ടി പണിയെടുക്കുന്നവർക്കാണ് പൈസ കിട്ടുന്നത്. പക്ഷേ നമുക്ക് പല ആൾക്കാർക്കും കിട്ടാൻ താല്പര്യമാണ്. കിട്ടുന്നിടത്താണ് ആൾക്കാരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ. പക്ഷേ കിട്ടണമെങ്കിൽ കിട്ടുന്നിടത്തല്ല പണിയെടുക്കേണ്ടത്. കിട്ടണമെങ്കിൽ താഴെയാണ്, മണ്ണിലാണ് പണിയെടുക്കേണ്ടതെന്നുള്ളതാണ് വസ്തുത. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ 2 കാര്യങ്ങളുമാണ്. അതായത് നമുക്കൊരു കൃഷി നേരിടുന്ന രോഗങ്ങളിൽ തന്നെ 80% രോഗങ്ങളും സീഡ് ബോൺ ഡിസീസ് അല്ലെങ്കിൽ സോയിൽ ബോൺ ഡിസീസാണ്. 80% രോഗങ്ങളും ഒന്നെങ്കിൽ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിത്തുമായിട്ട് ബന്ധപ്പെട്ടോ ആണ്. ഇത് രണ്ടും മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്രായേൽ പോലത്തെ രാജ്യങ്ങളൊക്കെ ലാഭകരമാകുന്നതിൻ്റെ കാര്യം കൃഷിയെ ഒരു ബിസിനസ്സായിട്ടാണ് കാണുന്നത്. കാരണം കൃഷി ഒരു ബിസിനസ് തന്നെയാണ്, അങ്ങനെ തന്നെ കാണാൻ പഠിക്കണം. പല കർഷകരും അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് പലരും ലാഭത്തിലാവാത്തതിൻ്റെ കാരണം കൃഷി ലാഭത്തിലാവണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ 1 ഏക്കർ ഭൂമി കൃഷി ചെയ്യുന്ന ഒരാൾ 1 ഏക്കർ മാനുഫാക്ചറിങ് യൂണിറ്റാണ് അവരുടെ. 1 ഏക്കർ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള ഒരാൾ അത് മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ പ്രോഫിറ്റബിൾ ആവുള്ളൂ. നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ച് അവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടുക, മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക, അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനെക്കുറിച്ച് സ്ഥിരമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ലേബർ കുറച്ചുകൊണ്ട് വരിക, ഇതൊക്കെയാണ് ഒരു ഫാക്ടറി നടത്തുന്ന ഒരാൾ ചെയ്യുന്നത്. ഇത് തന്നെയായിരിക്കണം കൃഷിയും ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു തെങ്ങ് എന്ന് പറഞ്ഞാൽ തേങ്ങ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് തെങ്ങെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്ലാവ് എന്ന് പറയുന്നത് ചക്ക ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ആ ഫാക്ടറി മാനേജ് ചെയ്യാൻ പഠിച്ചാൽ അത് പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അല്ലാതെ നമ്മൾ വരുന്നിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സോയിൽ ബോൺ ഡിസീസാണ്, സീഡ് ബോൺ ഡിസീസാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് പറഞ്ഞു. മണ്ണ് മാനേജ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് മണ്ണിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യമുള്ള ഒരു ഹെൽത്തി സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂബിക് ഫീറ്റ് എടുത്താൽ 40 മണ്ണിര ഉണ്ടാവണമെന്ന് പറയും. ഒരു ക്യൂബിക് ഫീറ്റിൽ 40 മണ്ണിരയും 1 ഗ്രാം മണ്ണെടുത്താൽ 1 കോടിയിലധികം സൂക്ഷ്മജീവികളും ഉണ്ടെങ്കിൽ ഒരു വളം പോലും അവിടെ ആവശ്യമില്ല എന്ന് പറയും. അത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മണ്ണിരയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി എന്താണ്? മണ്ണിരയൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്നത് സിക്സാഗ് ആകട്ടെ, മുകളിലേക്ക് പോയിട്ട് തുളയിട്ട് താഴോട്ട് വരുന്നു, മുകളിലേക്ക്, ഇങ്ങനെയാണ് അവർ യാത്ര ചെയ്യുന്നത്. മുകളിലേക്ക് പോകുമ്പോഴും താഴോട്ട് വരുമ്പോഴും കട്ടിക്കല്ലുകളും വെള്ളക്കല്ലുകളും ഏറ്റവും കൂടുതൽ മൈക്രോ ന്യൂട്രിയൻസ് ഉള്ള സാധനങ്ങൾ മാത്രമാണ് ഇവർ കഴിക്കുന്നത്. കഴിച്ചിട്ട് ഇവർ മുകളിൽ കൊണ്ട് വെക്കുന്ന മണ്ണിര പുറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മൈക്രോ ന്യൂട്രിയൻസ് ഉള്ള ഒരു വളമാണ്. ഈ എത്രയും ക്വാളിറ്റി ഉള്ളൊരു വളം ഒരു ഫാക്ടറിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയും ഹൈ ക്വാളിറ്റി വളമാണ് ഇവർ മുകളിൽ കൊണ്ട് വെക്കുന്നത്. മാത്രമല്ല മണ്ണിൽ എയറേഷൻ ഉണ്ടാക്കുക എന്നൊരു വലിയൊരു ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ടോപ്പ് സോയിൽ ആദ്യം ഒരു 4-4.5 ഇഞ്ചാണ് ഒരു കർഷകൻ്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ. ആ 4.5 ഇഞ്ച് പോയാൽ ഒരു കർഷകൻ തകർന്നു, ബ്രോക്കായി. അതാണ് നമ്മൾ പല ആൾക്കാരും നിരന്തരം രാസവളം വിഷമോ അമിതമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ ടോപ്പ് സോയിൽ നശിച്ചു. ടോപ്പ് സോയിൽ നശിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ തകർന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ കണ്ടിട്ടുള്ള സ്റ്റേറ്റുകളാണ് പഞ്ചാബൊക്കെ. കാരണം ഈ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട്, ഹരിത വിപ്ലവം നല്ല ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ്. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉൽപ്പാദനശേഷി കൂടിയ, പണ്ടൊരു കാലത്ത് അരിയും ഗോതമ്പുമൊക്കെ നമ്മൾ രാജ്യം ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ അരിയും ഗോതമ്പുമൊക്കെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാലത്ത് അത് രാജ്യത്ത് ഭക്ഷ്യദാരിദ്ര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു പരിധി വരെ ഈ അടിമത്തൊക്കെ കൂടുതലുണ്ടായിരുന്നത്. കാരണം കഴിക്കാൻ ആഹാരം ഇല്ലാതെ വരുമ്പം ആഹാരം ഉള്ള അല്ലെങ്കിൽ ജന്മിമാരുടെ അടുത്ത് പോയി തലയൊറിഞ്ഞ് നിൽക്കേണ്ട ഒരു ഗതികേട് വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതേ സ്ഥാനത്ത് ആഹാര ദാരിദ്ര്യം മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഹരിത വിപ്ലവം. അതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. പോസിറ്റീവ് നെഗറ്റീവ് അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. പോസിറ്റീവ് സൈഡ്, ഉൽപ്പാദനക്ഷമത കൂടിയ വിത്തുകളും തൈകളും ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അത് ഉപയോഗിച്ച് കൂടുതൽ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റി. ആ പ്രൊഡക്ഷൻ കൂടിയതുകൊണ്ട് ആണ് ഇന്ന് പല ആൾക്കാരും നമ്മൾ 4 നേരം ആഹാരം കഴിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് റിസൾട്ട് കണ്ടത് എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിൽ പലരും ഇതിനെ രാസവളത്തിനെയും വിഷത്തിനെയും പേടിയോടുകൂടിയാണ് കണ്ടിരുന്നത്. പല ആൾക്കാർ, ഇപ്പം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള എൻ്റെ അപ്പൂപ്പൻ, അച്ഛൻ്റെ അച്ഛനൊക്കെ ഇത് നമ്മുടെ പറമ്പിൽ രാസവളം കയറ്റിയാല, വിഷം കയറ്റിയാല എന്ന് നിന്നിരുന്നൊരു കാലമുണ്ട്. അന്നത്തെ കാലത്ത് ഈ ഗ്രാമസേവകന്മാർ വഴിയും ഒക്കെ ആരും അറിയാതെ പോലും, കാരണം കൃഷിക്കാരറിഞ്ഞാൽ ഇത് ഇടാൻ സമ്മതിക്കില്ല. അതുകൊണ്ട്
അവരാരും അറിയാതെ ജീപ്പേ കൊണ്ടുവന്ന് ചില ട്രയൽ പ്ലോട്ടുകൾ ചുമ്മാ ഇട്ട് ഈ രാസവളം ഇട്ടാൽ വളരുന്ന കാണിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ചിലവിൽ ട്രയൽ പ്ലോട്ടുകൾ ചെയ്ത് ഈ രാസവളം ഇട്ട് വളർച്ച കാണിച്ചു കൊടുത്തിട്ടാണ് ആൾക്കാരെ ഈ രാസകൃഷിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ജൈവകൃഷിയിലേക്ക് ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോലെ തന്നെ ജൈവകൃഷി ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം രാസകൃഷിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ സമയത്ത് തുടക്കത്തിൽ ആൾക്കാർ എതിർത്ത് നിന്നിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്ന കണ്ടപ്പോൾ, അതായത് ഇപ്പോൾ നെൽകൃഷിയിലാണെങ്കിൽ 6 മാസം മുതൽ 8 മാസം വരെ എടുക്കുമായിരുന്നു ഒരു നെൽകൃഷിയുടെ ഒരു പീരീഡ് തീരാനായിട്ട്. 6 മാസം മുതൽ 8 മാസം കൊണ്ട് ഉണ്ടാകുന്ന ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ ഒരേക്കറിലെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 40 പറ അല്ലെങ്കിൽ 50 പറയായിരുന്നു മാക്സിമം ഉൽപ്പാദനം. നെൽകൃഷിയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്, ബാക്കി എല്ലാ കൃഷിയിലും ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഉൽപ്പാദനശേഷി കൂടിയ വിത്തുകളും തൈകളും 58 പോലത്തെ വിത്തുകളൊക്കെ വന്നപ്പം 3 മാസം കൊണ്ട് കൊയ്യാവുന്ന വിത്തുകൾ വന്നു. അപ്പോൾ പ്രൊഡക്ഷൻ നേരത്തെ ഒരേക്കറിൽ നിന്ന് 40 പറ കിട്ടിക്കൊണ്ടിരുന്നത് 400 പറ 500 പറയിലേക്ക് ഉയർത്താൻ പറ്റി. അപ്പോൾ 400 പറ 500 പറ 3 മാസം കൊണ്ട് ഉണ്ടാകാനും തുടങ്ങി. അപ്പോൾ പണ്ട് 8 മാസം കൊണ്ട് 40 പറ ഉണ്ടാകുന്ന സ്ഥാനത്ത് 3 മാസം കൊണ്ട് 400 പറ 500 പറ ഉണ്ടായപ്പം കൃഷിക്കാർക്ക് ആവേശമായി. അപ്പോൾ അവർ വർഷം 2 പ്രാവശ്യം കൃഷി ചെയ്യാൻ തുടങ്ങി, 3 പ്രാവശ്യം കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പം ഒരു ഏക്കറിലെ തന്നെ പ്രൊഡക്ഷൻ 1000 പറയൊക്കെ പ്രൊഡക്ഷനായി ഒരു ഏക്കറിൽ. അത്രയും വലിയ ലെവലിലേക്ക് പ്രൊഡക്ഷൻ കൂടാൻ പറ്റി. മറ്റേ നേരത്തെ 40 പറയായിരുന്നു, ഇപ്പോൾ 1000 പറയിലേക്ക് ഉയർത്തി. അപ്പോൾ ഇത് കണ്ടു ആവേശം കൂടി, കൃഷിക്കാർക്കൊക്കെ കുറേ ലാഭം കിട്ടി. കാരണം മണ്ണിൽ സൂക്ഷ്മജീവികളും സൂക്ഷ്മാണുക്കളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു സപ്ലിമെൻറ്റ് പോലെ രാസവളം ഉപയോഗിച്ചപ്പം പ്രൊഡക്ഷൻ കൂടി. സത്യത്തിൽ രാസവളത്തിനെ ഒരു സപ്ലിമെൻറ്റ് പോലെ ഉപയോഗിക്കാനാണ് പറഞ്ഞിരുന്നതെങ്കിലും ആൾക്കാർ ഹെഡ് ഓഫീസ് അടച്ചിട്ട് ബ്രാഞ്ച് തുടങ്ങിയൊരു അവസ്ഥയായി മാറി. അതായത് ജൈവ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട്, അതായത് ചാണകം, പച്ചില വളം, ചാരം പോലത്തെ ജൈവ സാധനങ്ങൾ വളങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് രാസവളങ്ങളെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഡാമേജ് പരിക്ക് തുടങ്ങാൻ തുടങ്ങിയത്. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോയി. കുറച്ച് വർഷം കഴിഞ്ഞപ്പം പ്രശ്നങ്ങൾ നെഗറ്റീവായിട്ട് എബോട്ടൺ അടിക്കാൻ തുടങ്ങി. ഇന്നത്തെ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ, കാരണം പഞ്ചാബൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് റിസൾട്ട് കണ്ട സ്റ്റേറ്റാണ്. അവിടുത്തെ ചില ഗ്രാമങ്ങളിൽ ഓവറായിട്ട് കൃഷിക്കാർ രാസവളങ്ങളും വിഷങ്ങളും ഓവറായിട്ട് ഉപയോഗിച്ചിട്ട് അവിടുത്തെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി പോവുകയും ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുകയും അവിടുത്തെ ഗ്രാമങ്ങളിൽ കൂടെ പോകുന്ന പല ട്രെയിനുകളെയും ക്യാൻസർ ട്രെയിൻ എന്ന് വിളിക്കുന്നൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്ന, ആ ട്രെയിനിൽ പോകുന്നതിൽ കൂടുതൽ ആൾക്കാരും ക്യാൻസർ ചികിത്സയ്ക്ക് പോകുന്ന ഒരു സ്റ്റേജ് വരെ അവിടെ ഉണ്ടായി. ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഗനൈസേഷൻ ഇങ്ങനൊരു ആശയം, സേവ് ദ മദർ എർത്ത് എന്ന് പറഞ്ഞ ആശയം മുമ്പിൽ വെച്ച് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പുറത്തെ ടെക്നോളജി, കാരണം പഞ്ചാബീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവരെല്ലാം കാനഡയിലും ഓസ്ട്രേലിയയിലും പുറത്തെ രാജ്യത്താണ് കൂടുതൽ ആൾക്കാരും. ബിസിനസ്സുകാരാണ്, എംപ്ലോയീസ് അല്ല, ബിസിനസ്സുകാരാണ്. അപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന മോഡേൺ കൃഷി രീതികൾ കണ്ട് അത് ഇന്ത്യൻ കൃഷിക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് 22 വർഷം ഇവിടെ ഓർഗാനിക്കിനെ കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളേ ആയുള്ളൂ. 22 വർഷം മുമ്പേ ഇതിനുവേണ്ടി അവർ ശ്രമിക്കുകയും ഓരോ കർഷകരെ എഡ്യൂക്കേറ്റ് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് പറഞ്ഞു മനസ്സിലാക്കി വിഷത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരികയും അത് പ്രോഫിറ്റബിൾ ആക്കുകയും ചെയ്തൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇത് ആദ്യം മണ്ണിന്, ഞാൻ നേരത്തെ പറഞ്ഞു, മണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട 1 ക്യൂബിക് ഫീറ്റ് 40 മണ്ണിര, 1 ഗ്രാം മണ്ണിൽ 1 കോടിയിലധികം സൂക്ഷ്മജീവികൾ ഉണ്ടാകുന്ന ലെവലിലേക്ക് മണ്ണിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പ്രോപ്പർ ന്യൂട്രീഷനും പ്രോപ്പറായിട്ട് ഒരിക്കലും മണ്ണ് മാനേജ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ അറിവെന്ന് പറഞ്ഞാൽ എപ്പോഴും കമ്പോസ്റ്റ് ചെയ്യുക, കൂടുതൽ കമ്പോസ്റ്റ്, മണ്ണ് ഒരു സ്പോഞ്ചി ആക്കുക, അതായത് ഒരു പുട്ടുപൊടിയുടെ പരുവത്തിൽ മണ്ണിനെ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് മണ്ണ് മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അറിവ്, വിത്ത് സെലക്ട് ചെയ്യുന്നതിനുള്ള എക്സ്പെർട്ടൈസ്, വാട്ടർ മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അറിവ്, ക്രോപ്പ് മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ച്, ക്രോപ്പ് സെലക്ഷനെക്കുറിച്ച് ഉള്ള അറിവ്, ഇങ്ങനത്തെ അറിവുകളാണ് കൃഷിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ് ഒരു കർഷകൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതുമായിട്ട് വളരെ പ്രധാനപ്പെട്ട സോയിൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സോയിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട, ഒരു കാരണവശാലും മണ്ണ് ഡയറക്റ്റായിട്ട് സൺലൈറ്റ്, ഒരു കൃഷിയിലും മണ്ണ് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കാതെ കീപ്പ് ചെയ്യുക. ഒരിക്കലും ചുമന്ന കളറിൽ മണ്ണ് കാണാൻ പറ്റും. മണ്ണ് മൽച്ച് ചെയ്ത് എപ്പോഴും കവർ ചെയ്ത് പുതപ്പിച്ച് മാത്രമേ ഒരു മണ്ണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. ഈർപ്പം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കുകയുള്ളൂ. പല ആൾക്കാരും നമ്മൾ പാറപ്പുറം പോലെ മണ്ണ് ഉണ്ടാക്കി ഇടുന്നത് കാണാൻ പറ്റും. വലിയ ഏക്കർ കണക്കിന് കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്, ചെത്ത് മിനുക്ക്. കാരണം നമ്മുടെയൊക്കെ വിചാരം ഈ കള കയറുന്നത്, ഈ കള വളം മുഴുവൻ എടുത്തുകൊണ്ട് പോകും. ഈ കളയെ ഒതുക്കാൻ വേണ്ടി നമ്മൾ വിഷമടിക്കുക, മറ്റ് പല പരിപാടികളും ചെയ്യുക. ഈ ഓരോ ചെടികൾക്കും അതിൻ്റേതായ പർപ്പസ് ഉണ്ട്. പല ആൾക്കാർക്കും അതിൻ്റെ പർപ്പസ് നമുക്കറിയാൻ മേലാത്തതുകൊണ്ട് നമ്മൾ കളയെന്ന് വിളിക്കുന്നു, മറ്റതിനെ നമ്മൾ സംരക്ഷിക്കുന്നു. ഈ കളയെന്ന് പറയുന്ന ഏതെങ്കിലും സാധനം നാളെ ആരെങ്കിലും കാശ് വന്ന് വാങ്ങുകയാണെങ്കിൽ ഉടനെ നമ്മൾ അതിൻ്റെ ചോട്ട് വളയിട്ട് തുടങ്ങും, മറ്റത് മുഴുവൻ നശിപ്പിച്ച് കളയും. അപ്പോൾ കളയൊക്കെ ശത്രുക്കളായിട്ട് കാണുന്നൊരു സമീപനം മാറ്റിയിട്ട് അതിനെയൊക്കെ അവിടെ നിൽക്കുന്നതിന് അതിൻ്റേതായ പർപ്പസ് ഉണ്ട്. അത് ശരിയായ രീതിയിൽ കൂടുതലായിട്ട് ഓവറായിട്ട് വരുന്നുണ്ട് മാനേജ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതിനെ ഒന്നും ശത്രുക്കളായിട്ട് കാണുകയല്ല ചെയ്യേണ്ടത്. അപ്പം മണ്ണ് എപ്പോഴും മൽച്ച് ചെയ്ത് കവർ ചെയ്ത് സൂക്ഷിക്കുക.
അതിൽ നന്നായിട്ട് കമ്പോസ്റ്റ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യത്തിലുള്ള അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ മണ്ണ് ഒരിക്കലും ചെടിയെ സംബന്ധിച്ച് വെള്ളമല്ല വേണ്ടത്. വെള്ളം നമ്മൾ മോരുവെള്ളം കുടിക്കുന്ന പോലെ ചെടി ഒരിക്കലും കുടിക്കില്ല. ചെടിക്ക് ആവശ്യം ഈർപ്പം, മോയ്സ്ചർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വണ്ടിക്ക് പെട്രോൾ ആവശ്യമാണെന്ന് പറഞ്ഞ് നമ്മൾ പെട്രോൾ ടാങ്ക് തുറന്നിട്ട് നേരെ വണ്ടിക്കകത്തേക്ക് എഞ്ചിനകത്തേക്ക് പെട്രോൾ ഒഴിച്ചാൽ എന്താവും? വണ്ടി സ്റ്റാർട്ടാവോ? ഇല്ല. നമ്മളെപ്പോഴും ബൈക്കിനൊക്കെ പറയാറുണ്ട് ഓവർഫ്ലോ ആയി എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? പെട്രോൾ കൂടുതൽ ചെന്നു. പെട്രോൾ കൂടുതൽ ചെന്നാൽ വണ്ടി എടുക്കില്ല. ഇത് തന്നെ മണ്ണിലും വെള്ളം കൂടുതൽ ചെന്നാൽ ചെടി എടുക്കില്ല. ചെടിക്ക് നെഗറ്റീവ് റിസൾട്ടാണ് ഉണ്ടാകുന്നത്, രോഗമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സോയിൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ മണ്ണിൻ്റെ pH വളരെ താഴെയാണ്. മണ്ണിൻ്റെ pH വളരെ പല സ്ഥലങ്ങളിലും 5, 5.5, 4 ഒക്കെ മണ്ണിൻ്റെ pH ഉള്ളൂ. അപ്പം മണ്ണ് മാനേജ് ചെയ്യാനായിട്ട് ഈ ഗ്രീൻ പ്ലാനറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സോയിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഈ സോയിൽ ട്രീറ്റ്മെൻറ്റ് പ്രോഡക്റ്റുകൾ എല്ലാത്തിനും ബേസ് ഇതാണ്. ഏത് കൃഷിയുടെയും ബേസ് സോയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സോയിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ബേസ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഭൂമി പവറാണ്. ഭൂമി പവർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ഭൂമി പവർ ഒന്ന്, അതിനകത്ത് സാപ്രോഫൈറ്റ്സ് പോലെ, ബാക്ടീരിയ പോലെ ജീവനുള്ള സാധനങ്ങളുണ്ട്. സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കട്ടി കൂടിയ വലിയ മരക്കമ്പുകളും ഈ മൃഗങ്ങളെ പോലും ചത്ത് കിടന്നു കഴിഞ്ഞാൽ കാട്ടിലൊക്കെ ഇതിനെ ദ്രവിപ്പിക്കുന്ന സാധനമാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. അതുള്ള ഒരു പ്രോഡക്റ്റാണ് ഭൂമി പവർ. ഭൂമി പവർ എന്ന് പറഞ്ഞാൽ സ്ലോ റിലീസ് ടെക്നോളജിയാണ്. ചില ആൾക്കാർ പറയാറുണ്ട് ഭൂമി പവർ ഇട്ടിട്ട് അത് അവിടെ തന്നെ കിടപ്പുണ്ടല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ. അവിടെ തന്നെ കിടക്കാൻ വേണ്ടിയാണ് കമ്പനി ഒരു സ്ലോ, അതായത് പയ്യെ റിലീസ് ചെയ്ത് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. പറഞ്ഞാൽ ഈ ഭൂമി പവർ ഇട്ട് കഴിഞ്ഞാൽ ദ്രവിക്കാൻ പോയി. ഇപ്പം ആട്ടുംകാട്ടും സാധാരണ നമ്മൾ പച്ചക്കറി കൃഷിയിൽ ഉപയോഗിക്കാറില്ല. കാരണം എന്തുകൊണ്ടാണ്? ദ്രവിക്കാൻ താമസമുള്ള സാധനമാണ്. ഈ ദ്രവിക്കാൻ താമസമുള്ള സാധനത്തിനൊക്കെ ഭൂമി പവർ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് അത് പൊടിയായി മാറുന്ന കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് ദ്രവിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഈ ഭൂമി പവർ സോയിൽ കറക്ഷന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. അതെല്ലാം നാനോ ഫോമിലുള്ള പ്രൊഡക്റ്റാണ് ഇതെല്ലാം കാണിക്കുന്നത്. കാരണം ഇന്ന് കൃഷി നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ലേബർ ചാർജാണ്. ലേബർ ഒരിക്കലും ഇവിടുത്തെ കൃഷി താങ്ങുകയില്ല. കാരണം ഇന്ന് ഏത് കൃഷി നോക്കിക്കഴിഞ്ഞാൽ 50% കൂടുതൽ ലേബർ ചാർജ് മാത്രമാണ്. 1 ലക്ഷം രൂപ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിന് 50,000 രൂപ ലേബർ ആയാലും എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് പോകും എന്നാലോചിച്ച് നോക്കുക. അവിടെയാണ് ലേബർ കുറച്ച് ഉൽപ്പാദനം കൂട്ടുക എന്ന് മാത്രം. ഇന്ന് ഏത് കൃഷി നമ്മൾ നോക്കിയാലും നമ്മൾ കർഷകരൊക്കെ പല ആൾക്കാർ റോഡിലിറങ്ങി സമരം ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു യൂണിയനോ രാഷ്ട്രീയമൊന്നും ഇല്ലാതെ എല്ലാവരും കർഷകർ സംഘടിച്ച് ഇറങ്ങി സമരത്തിനൊക്കെ പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ തൊഴിലിൻ്റെ ഡാഷ്ബോർഡ്, നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോകണമെങ്കിൽ ഡാഷ്ബോർഡ് നോക്കണം എന്ന് പറയും. ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ലാതെ നമ്മൾ ഇത്രയും വർഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എങ്ങോട്ടാണ്, ഇത് മുമ്പോട്ടാണോ പുറകോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ല ശരിയായ ഡയറക്ഷനിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ പഠിക്കാൻ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡ്, കൃഷിയുടെ ഒരു ഡാഷ്ബോർഡ് ഇപ്പം പരിശോധിച്ചാൽ നമുക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് മനസ്സിലാവും. അതാണ് കൃഷി നേരിടുന്ന പ്രശ്നം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കൃഷിയിൽ നമുക്ക് രോഗങ്ങൾ കൂടുകയാണോ കുറയുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ കൂടുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറയുവാണ് ആവശ്യം, പക്ഷേ രോഗങ്ങൾ കൂടുകയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. വിഷപ്രയോഗം കൂടുകയാണോ കുറയുവാണോ എന്ന് വെച്ചാൽ വിഷപ്രയോഗം കൂടുകയാണ്. കാരണം പുതിയ രോഗങ്ങൾ വരുന്നു. അതിനുമ്പോൾ കമ്പനികൾ പലരും പുതിയ വിഷം ഇറക്കി തരുന്നു. അപ്പോൾ വിഷപ്രയോഗം കൂടുന്നു, ഓവർ ഡോസ് അടിച്ച് നോക്കുന്നു, വിഷപ്രയോഗം കൂടുന്നു. വിഷപ്രയോഗം കുറയുവാണ് നമുക്ക് ആവശ്യം, പക്ഷേ വിഷപ്രയോഗം കൂടുന്നു. എന്നാൽ ഉൽപ്പാദനം കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൽപ്പാദനം കൂടുന്നില്ല, കുറയുന്നുണ്ടേലേ ഉള്ളൂ, എന്തായാലും കൂടുന്നില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. എന്നാൽ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി കൂടുകയാണോ കുറയുവാണോ? ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി കുറയുവാണ്. കാരണം ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ്, നമ്മൾ പണ്ട് ചെറുപ്രായത്തിൽ കഴിച്ച ഒരു വാഴപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ടോ? പല ആൾക്കാരും പറയാറുണ്ട്, എന്താണെന്നറിയാമല്ല, വാഴപ്പഴത്തിൻ്റെയൊക്കെ പണ്ടുണ്ടായിരുന്ന സാധനത്തിൻ്റെ ടേസ്റ്റ് എന്താണ്? ഇന്ന് ആ ടേസ്റ്റ് വരുന്നില്ല. അല്ല, ഷെൽഫ് ലൈഫ് ഇല്ല, പെട്ടെന്ന് ചീഞ്ഞു പോകും, കളറില്ല, ഭംഗിയില്ല, ഷെൽഫ് ലൈഫ് ഇല്ല. ഇതൊക്കെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. തൂക്കം, നിങ്ങൾ 1 കിലോ ഞാലിപ്പൂവൻ പഴം സാധാരണ നമ്മൾ നാട്ടിൽ ഒരു സാധാരണഗതിയിൽ നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നതും നമ്മൾ നോർമലി ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരു 1 കിലോ പഴം കൂടെ വെച്ചിട്ട് തൂക്കിയതിന് ശേഷം എണ്ണി നോക്കുക, നമ്മൾ വാങ്ങുന്നത് കൂടുതൽ എണ്ണം കാണും. നമ്മൾ വളർത്തിയെടുക്കുന്നത് നല്ല ഉരുളിമയും കാണും, വെയിറ്റും കൂടുതൽ കാണും. അതിനകത്ത് അധികം എണ്ണം കാണില്ല, മറ്റതിനകത്ത് എണ്ണം കൂടുതൽ കാണും, പക്ഷേ അകത്ത് പൊങ്ങ് പോലിരിക്കും. കാരണം തൂക്കം കിട്ടണേലും ടേസ്റ്റ് കിട്ടണേലും ഭംഗി ഉണ്ടാവണേലും പല ട്രേസ് എലമെൻസും ഇതിനകത്ത് വേണം. ഈ പല ട്രേസ് എലമെൻസ് ഇന്ന് മണ്ണിൽ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ആണ് ഇപ്പം പ്രത്യേകിച്ച് റിപ്പീറ്റഡ് ആയിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് കൂടുതൽ ആൾക്കാരും തമിഴ്നാടിനെയും കർണാടകയൊക്കെയാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ ആഹാരം കഴിക്കാൻ വേണ്ടിയുള്ള പച്ചക്കറിക്ക് പോലും അവിടെ നിന്നൊക്കെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ മണ്ണിനകത്ത് ഓവറായിട്ടുള്ള രോഗം വരുമ്പം പോയിസൺ ഉപയോഗിച്ച് മാനേജ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അതിനകത്തുള്ള സൂക്ഷ്മജീവികളെല്ലാം തന്നെ ചത്തുപോകും. തേനീച്ചയൊക്കെ ചെയ്യുന്ന സംഭാവന എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. തേനീച്ച എന്ന് പറയുന്നത്
ഒരു സ്വന്തം ശരീരഭാരത്തിൻ്റെ 5 ഇരട്ടി വെയിറ്റ് വരെ എടുത്ത് 5 കിലോമീറ്റർ വരെ പോയിട്ട് പരാഗണം നടത്താൻ കഴിവുള്ളൊരു ജീവിയാണ്. തേനീച്ച നമ്മുടെ കൃഷിസ്ഥലത്ത് കുറഞ്ഞാൽ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ വിഷപ്രയോഗം കൂടിയാൽ തേനീച്ച കുറയും. സ്വാഭാവികമായിട്ട് തേനീച്ച കുറയുമ്പം പോളിനേഷൻ കുറയും, പോളിനേഷൻ കുറയുമ്പോൾ ഉൽപ്പാദനം കുറയും. ഇതിനെയൊക്കെ നമ്മൾ ഈ വിഷമടിക്കുന്ന പ്രോസസ്സിനകത്ത് ഇത് മുഴുവൻ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറയുമ്പോൾ അതിനനുസരിച്ച് രോഗങ്ങൾ കൂടും. ജീവികൾ കുറയുമ്പം രോഗങ്ങൾ കൂടും. രോഗങ്ങൾ കൂടുമ്പം വീണ്ടും പോയിസൺ ഉപയോഗം കൂടും. പോയിസൺ ഉപയോഗം കൂടുമ്പം വീണ്ടും മോശമാവും, വീണ്ടും മോശമാവും, വീണ്ടും മോശമാവും. അപ്പോൾ ചെടിയുടെ ഡിസോർഡർ, അതായത് പറയുന്ന സോയിൽ ഹെൽത്ത് ഈസ് ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയും. അതായത് മണ്ണിൻ്റെ ആരോഗ്യമാണ് മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയും. ഏത് മണ്ണിൽ നിന്ന് വളർന്ന ഒരു ചെടിയിലെ കായാണ് നമ്മൾ കഴിച്ചിരിക്കുന്നത്, അതാണ് നമ്മുടെ ആരോഗ്യം. മണ്ണ് ടോക്സിക് ആണെങ്കിൽ നമ്മുടെ ശരീരവും ടോക്സിക്കാണ്. അതുകൊണ്ടാണ് ഈ ഭൂമി പൂജ എന്നൊക്കെ പറയുന്നതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാര്യം. മണ്ണ് നശിച്ചു പോയാൽ അവിടെ മനുഷ്യന് രോഗിയായി മാറും. മണ്ണ് നശിച്ചാൽ ചെടിക്ക് രോഗമാകും, ചെടിക്ക് രോഗമുണ്ടെങ്കിൽ മനുഷ്യന് രോഗമാണെന്നാണ് അതിൻ്റെ അർത്ഥം. സിമ്പിളാണ്. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനല്ല. അപ്പോൾ മണ്ണ് അതിന് റൂട്ട് കോസിൽ നമ്മുടെ ഇന്നത്തെ ആരോഗ്യ പ്രശ്നം, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ പലതിൻ്റെയും പ്രശ്നം സോയിൽ നശിച്ചു പോയതാണ്. അപ്പോൾ അത് ഇന്ത്യ മുഴുവൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ സോയിലിനെ റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്രീൻ പ്ലാന്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന 3 പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ മുകളിൽ കാണുന്നത്. ഭൂമി പവർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്, പിന്നെ പ്രീമിയം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ബാക്ടീരിയാസ് ആണ്. ഇതെല്ലാം നാനോ പ്രോഡക്റ്റാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉപയോഗിച്ചാൽ മതി. ചില ആൾക്കാർ പറയും എന്തിനാ ഇത്, കാരണം നമ്മൾ ഈ കാണിക്കുന്ന ഒരു ബോട്ടിൽ വേണമെങ്കിൽ 50 കിലോ ചാക്കായിട്ട് വളമായിട്ട് തരാൻ പറ്റും. അതിനൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് കമ്പനിക്ക്. അത് ട്രാൻസ്പോർട്ടിങ് ചാർജും ലേബർ ചാർജും എല്ലാം കൊടുത്ത് ഇത് കൊണ്ട് ഇടുന്നതിന് പല ആൾക്കാരും മണ്ണിനകത്ത് പലരും ഉപയോഗിക്കുന്നത് ഇപ്പം എല്ലുപൊടി ഉപയോഗിക്കാറുണ്ട്, വേപ്പ് പിണ്ണാക്ക് ഉപയോഗിക്കാറുണ്ട്. 20 രൂപയ്ക്ക് വരെ വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയും കിട്ടും. 20 രൂപയ്ക്ക് കിട്ടുന്ന വേപ്പും പിണ്ണാക്കിനകത്ത് 80% മായമാണ്. അപ്പോൾ പലർക്കും അറിയില്ല, വില കുറഞ്ഞ് കിട്ടിയെന്നാണ് പറയുന്നത്. എന്നാൽ 105 രൂപയുടെ വരെ എല്ലുപൊടിയൊക്കെ ഉണ്ട്. 20 രൂപയുടെ എല്ലുപൊടിയുണ്ട്, 105 രൂപയുടെ എല്ലുപൊടിയുണ്ട്. 105 രൂപയുടെ എല്ലുപൊടി ഒരു ചെറിയൊരു പിടി ഇട്ടാൽ മതി, മറ്റത് വാരി ഇടണം. ബാക്കി മുഴുവൻ ഫില്ലറാണ്. പല ആൾക്കാർക്കും അറിയാൻ മേലാത്തൊരു സത്യം, ഇന്ന് പല ജൈവ വളത്തിനകത്തും ഫാക്ടറിയുടെ വേസ്റ്റ് മിക്സ് ചെയ്ത് വിടുന്നുണ്ട്. കാരണം ഫാക്ടറിയിലെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് അവർക്ക് കേസ് വരും. അപ്പോൾ അവർക്കത് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് ജൈവ വളം ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് പല ആൾക്കാരും കൊടുക്കുന്നത്. ഈ സാധനം അവർ വാരിക്കൊണ്ട് പോകുള്ളൂ. 1 രൂപ പോലും ചിലവില്ല. അത് പയ്യെ മിക്സ് ചെയ്ത് കൃഷിക്കാർക്ക് കൊടുത്താൽ കൃഷിക്കാർ ഇത് പറമ്പിക്കൊണ്ടിട്ടുള്ളൂ. ആരും അറിയാതെ ഈ സാധനം സ്മൂത്തായിട്ട് കർഷകൻ്റെ പറമ്പിലേക്ക് ഈ വേസ്റ്റ് മുഴുവൻ വന്നോളും. അവർക്ക് ഇതിനകത്ത് തട്ടിയ കേസും വരികയില്ല. അപ്പോൾ ഇത് നമ്മളെ ചോട്ടിക്കൊണ്ട് ഈ ചെടിയുടെയൊക്കെ ചോട്ടിക്കൊണ്ട് ഇടുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണ നമുക്കുണ്ടാകുന്ന പോലെ തന്നെ ഫുഡ് പോയ്സൺ ചെടിക്കുമുണ്ട്. പല വളങ്ങളും ഇട്ടതിന് ശേഷം ഉണ്ടാകുന്ന രോഗങ്ങൾ മുഴുവൻ ഫുഡ് പോയ്സണാണ്. ആഹാരത്തിനകത്ത് വന്നിട്ടുള്ള ചെടിയുടെ ആഹാരത്തിനകത്ത് വന്നതാണ് അതിന് ശേഷം വന്ന രോഗം. ഉടനെ രോഗം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും കടയിൽ പോയി ചോദിക്കുന്നു, ഉടനെ അവരടുത്തൊരു വിഷം തന്നു വിടുന്നു, അത് വീണ്ടും ഉടനെ അത് അടിക്കുന്നു. ഇങ്ങനെയാണ് പലപ്പോഴും പറ്റുന്നത്. അപ്പോൾ നമ്മൾ മണ്ണ് മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പെർട്ട് ആകുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന 3 പ്രൊഡക്റ്റുകളാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. ഭൂമി പവർ പ്രീമിയം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയാസ് ആണ്. അതായത് നമ്മൾ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, ഫോസ്ഫറസ് സോലുബിളൈസിംഗ് ബാക്ടീരിയ, ഇതുപോലത്തെ ബാക്ടീരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും മണ്ണിൽ നഷ്ടപ്പെട്ട് കിടക്കുന്നു. പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട്, പൊല്യൂഷൻ കൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ മണ്ണിലേക്ക് സൂക്ഷ്മ ജീവികളെ ഒന്നും നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ പലതും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനോടൊക്കെ ഒപ്പം ചാണകമൊക്കെ ആണെങ്കിൽ ചാണകം പുളിപ്പിച്ച് നേർപ്പിച്ച്, എപ്പോഴും നേർപ്പിച്ച് ഉപയോഗിക്കുന്നതിന് എഫക്റ്റ് കൂടുതലാണ്. അല്ലെങ്കിൽ സ്ലറി ആയിട്ടോ പുളിപ്പിച്ച് നേർപ്പിച്ച ചാണകമൊക്കെ ഇതിൻ്റെ കൂടെ കൊടുക്കാമെങ്കിൽ അത് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കും. അതുപോലെ തന്നെ റൂട്ട് ഗാർഡ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. അത് ഫംഗിസൈഡാണ്. മണ്ണുമായിട്ട് ബന്ധപ്പെട്ട റൂട്ട് ഗ്രോത്തിനുള്ളതും മണ്ണിൽ കൂടെ വരുന്ന ഫംഗസിനെ നിയന്ത്രിക്കാനുമുള്ള സാധനമാണ് റൂട്ട് ശരിയാക്കാൻ. അതായത് ഏത് കൃഷിയുടെയും ഏറ്റവും അടിസ്ഥാനം നമ്മൾ കായ വരുന്നിടത്താണ് നോക്കുന്നത്. വേരിനെ സംരക്ഷിച്ചാൽ മാത്രം മതി, കായ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. കാരണം പല ആൾക്കാരും പല കൃഷിക്കാരനും തെറ്റായ ധാരണയാണ്. കായ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ എന്തോ കഴിവുകൊണ്ടാണ്, നമ്മുടെ സാമർത്ഥ്യം കൊണ്ടാണെന്ന് വിചാരിക്കുന്ന ധാരാളം പേരുണ്ട്. കായ ഉണ്ടാക്കുന്നത് നമ്മളെക്കാളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ചെടിക്കുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേ വേണ്ട. അവർക്ക് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കാവുന്ന ഒറ്റ പരിപാടി മാത്രമേ ഒരു കർഷകനുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഏതൊരു ജീവജാലങ്ങളും അവർ പ്രത്യുൽപാദനത്തിന് ഏറ്റവും കൂടുതൽ അവർ തന്നെ സ്വയം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തോളും. അതായത് ഏതൊരു ചെടി ആഗ്രഹിക്കുന്ന, ഏതൊരു ജീവി ആഗ്രഹിക്കുന്നത്, പ്രകൃതി ആഗ്രഹിക്കുന്ന അടുത്ത ജനറേഷൻ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള അടുത്ത ജനറേഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു തേനീച്ചയുടെ ഇണചേരൽ എങ്ങനെയാണെന്നറിയോ? അതായത് എല്ലാത്തിൻ്റെ ഇതുപോലത്തെ സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിലും ഞാൻ പറയാം. ഒരു തേനീച്ച ഒരു കൂട്ടിലൊരു റാണി ഉണ്ടാവും. ആ റാണി പറന്ന് പൊങ്ങി ഈ ബാക്കിയുള്ള ഈച്ചകൾ അതിനോടൊപ്പം പറക്കാൻ കപ്പാസിറ്റിയുള്ള ആൾക്കാർ ഏറ്റവും അതിൻ്റെ കൂടെ ഏറ്റവും മുകളിലേക്ക് കൂടത്തിൽ പറന്നെത്തുന്ന
ഒരു മെയിൽ തേനീച്ചയുടെ കൂടെയാണത് മേറ്റ് ചെയ്യുള്ളൂ. അതായത് ഏറ്റവും കരുത്തനായിട്ടുള്ള, ഏറ്റവും ആരോഗ്യമുള്ള, ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു തേനീച്ചയായിട്ട് മാത്രമേ തേന ചേരുള്ളൂ. കാരണം എന്താണ്? അടുത്ത ജനറേഷൻ അത്രയും ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടി പ്രകൃതി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാ ജീവജാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല. ഒരു മാങ്ങ ഉണ്ടായി, 50 കണ്ണിമാങ്ങ ഉണ്ടായി, അതിനകത്ത് 25 എണ്ണം പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആ 50 എണ്ണം ഉണ്ടായതിന് ശേഷം ആ 50 എണ്ണത്തിനും ഹെൽത്തി ആയിട്ടുള്ള മാങ്ങ ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നും 50 നല്ല വിത്ത് ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നും സെൻസ് ചെയ്യാനുള്ള സെൻസറി ഓർഗൻസ് ഇതുപോലത്തെ ചെടികൾക്കുണ്ട്. അത് സെൻസ് ചെയ്തിട്ട് അത് അവർ അബോർട്ട് ചെയ്ത് കളയുന്നതാണ്, ഒഴിവാക്കി കളയുന്നതാണ്. ഇതിനൊക്കെ നാച്ചുറൽ മെക്കാനിസം, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ട കാര്യമില്ല. അതുപോലെ വിത്ത് മുളയ്ക്കുന്നതിന് അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട്. ഒരു വിത്ത് അതിന് അനുകൂലമായ സാഹചര്യമാണെങ്കിൽ മാത്രമേ ഇത് മുളയ്ക്കുള്ളൂ. ഒരു പാറപ്പുറത്ത് കൊണ്ട് നമ്മൾ വിത്ത് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ സിമെൻറ്റ് തറ കൊണ്ട് വിത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ അത് മുളയ്ക്കില്ല. അതിന് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നെ വെച്ചിരിക്കുന്നത് ശരിയായ ഒരു സ്ഥലത്തല്ലെന്നും ഇവിടെ നിന്ന് ഞാൻ മുളച്ചാൽ പുറപ്പെട്ടാൽ എനിക്ക് പ്രത്യുൽപാദനം നടത്തി അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റിയിരുന്ന് സെൻസ് ചെയ്യാനുള്ള സെൻസറോട് കൂടിയാണ് ഓരോ വിത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രകൃതി അത്രയും അതിൻ്റെ മുകളിൽ നമ്മൾ വലിയ അഭ്യാസമാവേണ്ട ആവശ്യമില്ല. നമ്മളിതിനെ ഒന്ന് മാനേജ് ചെയ്യുക, അവർക്ക് വേണ്ട ഒരു അനുകൂല സാഹചര്യം ഒരുക്കുക എന്നൊരു ഒറ്റ പരിപാടി മാത്രമാണ് ഒരു കർഷകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടി വരുന്നത്. അപ്പം മണ്ണിൻ്റെ കാര്യം, ബേസിക്കായിട്ടുള്ള 3 പ്രോഡക്റ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ വിത്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ST എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനെ കാണാം. അത് വിത്ത് ട്രീറ്റ് ചെയ്യുന്നതാണ്. വിത്ത് ട്രീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിത്തിൻ്റെ സെലക്ഷനാണ്. എനിക്കറിയാവുന്ന നല്ല കർഷകരൊക്കെ ഇപ്പോൾ കർണാടകയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് 1000 തൈയാണ് അവർക്ക് വേണ്ടതെങ്കിൽ അവർ 10,000 വിത്ത് പാകും. 10,000 വിത്ത് പാകി വളർത്തി അതിനകത്ത് ഏറ്റവും കരുത്തരായിട്ട് കയറി വരുന്ന 1000 എണ്ണത്തിനെടുത്ത് അവരുടെ പറമ്പിൽ അവർ നടുകയുള്ളൂ. ബാക്കി ആ 9,000 എണ്ണം വെറുതെ കളഞ്ഞാൽ പോലും അവരതിനുവേണ്ടി വന്ന ചിലവായിട്ട് അതിനെ കാണുകയുള്ളൂ. കാരണം അവർ നഴ്സറി പെർഫോം ചെയ്യാത്ത ഒരു ചെടിയും ഫീൽഡിലേക്ക് പോകില്ല, അത്ര ഉറപ്പ്. കാരണം നമുക്ക് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പട്ടി പ്രസവിച്ചാൽ 6 കുട്ടികളുണ്ടെങ്കിൽ 6 കുട്ടികളും ഒരുപോലെ വളരുകയില്ല. അതിനകത്ത് 1-2 പേരായിരിക്കും വളരെ ആക്റ്റീവായിട്ട് വളർന്നു കയറുന്നത്. അവരിടിച്ച് കയറി വളരും, പാല് കുടിച്ച്. അവരുടെ വളർച്ച ഒരിക്കലും ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. ആ ഇടിച്ച് കയറി വളരുന്ന കുഞ്ഞാണ് ഏറ്റവും നല്ല കരുത്തരായിട്ട് വരുന്നത്. എന്ന് പറയുന്ന പോലെ ചെടികളിൽ ഒരു കൊലയിൽ തേങ്ങ ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ ഒരു കൊലയിൽ എല്ലാ തേങ്ങയിലും ഉണ്ടാകുന്ന തൈ ഒരുപോലെ വളർന്ന് ഒരുപോലെ പ്രൊഡക്ഷൻ തരികയില്ല. അപ്പോൾ അത് സെലക്ട് ചെയ്യാനുള്ള കഴിവാണ് ഒരു കർഷകനുണ്ട്. അതിനുവേണ്ടി യാത്രകൾ പോയോ എന്തുമാത്രം ചിലവ് ചെയ്താലും കുഴപ്പമില്ല. ഒരു വിത്ത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി എത്ര ദൂരം നമ്മൾ യാത്ര ചെയ്ത് പോയി കണ്ടാലേ ഉണ്ടാക്കിയെടുത്ത് സ്വയം ഉൽപ്പാദിപ്പിച്ചെടുത്ത് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് നോക്കി സെലക്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് വിത്ത് ട്രീറ്റ് ചെയ്യുന്ന പല രോഗങ്ങളും വിത്തായിരിക്കുന്ന സമയത്ത് അതിൻ്റെ മദർ പ്ലാന്റിൽ, അതിൻ്റെ തള്ള ചെടികളിലുണ്ടായിരുന്ന രോഗങ്ങൾ മുഴുവനും അതിൻ്റെ പ്രോപ്പർട്ടീസ് മുഴുവനും ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇത് സ്റ്റോർ ചെയ്തതൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലോ, കൊച്ചു കുട്ടികൾ നഴ്സറി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികളെ ഒന്നും കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ കളിച്ച് ചിരിച്ച് നടക്കുന്ന കാണാൻ പറ്റും. പല ആൾക്കാരും പറയുന്ന കേൾക്കാൻ പറ്റില്ല, വളർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പൻ്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയെന്ന് പറയും. കാരണം എന്താണ്? മച്ചുവർ ആകുമ്പം അതിൻ്റെ പ്രശ്നങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങും. ഇത് തന്നെയാണ് ചെടികളിൽ. അതിൻ്റെ മദർ പ്ലാന്റിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾ മുഴുവൻ ഈ സീഡിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇത് ചെടി വളർന്നതിന് ശേഷം വരുന്ന പല രോഗങ്ങളും സീഡ് ബോൺ ഡിസീസാണ്. വിത്തിലുണ്ടായിരുന്ന ആ വിത്തിൻ്റെ അവിടെ വെച്ച് തന്നെ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തുമാത്രം നമുക്ക് ലാഭിക്കാമെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ വിത്തായിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ വെച്ച് തന്നെ സീഡ് ട്രീറ്റ് ചെയ്ത് നമ്മുടെ കൺമുമ്പിൽ വെച്ച് സീഡ് ട്രീറ്റ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം മാത്രം ഫീൽഡിലേക്ക് പോവുക. അപ്പോൾ ഫീൽഡിൽ പോയതിന് ശേഷം ഉണ്ടാകുന്ന നമ്മൾ മരുന്നുകുറ്റിയായിട്ട് നടക്കുന്ന ഈ ചിലവുകളും ബുദ്ധിമുട്ടുകളും നല്ല ശതമാനം അവിടെ നിന്ന് ഒഴിവായി കിട്ടും. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളതുള്ളൂ. അത് നാച്ചുറലായിട്ട് നടന്നുള്ളൂ. ഈ 2 കാര്യങ്ങളിൽ അറിവുള്ള കോൺസെൻട്രേറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഇനിയുള്ള കാര്യങ്ങൾ വളരെ ലളിതമാണ്. ഇത് ഏത് കൃഷിയിലും ബേസാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഡോസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ പറയുന്ന എല്ലാം തന്നെ ഇതിൻ്റെ ബേസാണ്. അപ്പോൾ സീഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞു. ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് നൈട്രോക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് നിങ്ങൾ വലതേ അറ്റത്ത് കാണാൻ പറ്റും. ഈ നൈട്രോക്കിംഗ് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം NPK കണ്ടൻ്റ് ഉണ്ട്, നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും അത്യാവശ്യമുണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മണ്ണിലും ഉപയോഗിക്കാം, സ്പ്രേയിലും ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് സോയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അതിൻ്റെ കൂടെ ഉപയോഗിക്കാം, സ്പ്രേയിലും ഏത് ഘട്ടത്തിലും ഉപയോഗിക്കാവുന്ന ഒരു ഓൾ പർപ്പസ് പ്രോഡക്റ്റാണ്. എല്ലാ സമയത്തും ഉപയോഗിക്കാവുന്നതാണ്. ഇത് സ്പ്രേയും കൊടുക്കാം, മണ്ണിലും കൊടുക്കാം. അടുത്തത് അത് നിങ്ങൾ സ്ക്രീനെ കാണാവുന്നതാണ് ഗ്രോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ ഓരോന്നിൻ്റെ എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. ഗ്രോ എന്ന് പറഞ്ഞാൽ ഗ്രോത്തിനുള്ളതാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് ഗ്രോത്തിനുള്ള സാധനമാണ് ഗ്രോ എന്ന് പറയുന്നത്. വളരെ ചുരുക്കം അതുപോലെ കരുത്തന്മാരായിട്ടുള്ള മരങ്ങൾക്ക് മാത്രമേ വളർച്ചയും പ്രത്യുൽപാദനവും ഒന്നിച്ച് നടത്താനുള്ള ശേഷിയുള്ളൂ. തെങ്ങ്, പന ഇതുപോലത്തെ അതിശക്തന്മാർ മാത്രമേ വളർച്ചയും പ്രത്യുൽപാദനവും ഒന്നിച്ച് നടത്തിക്കൊണ്ട് പോകത്തുള്ളൂ. ബാക്കി നോർമൽ ചെടികളും മരങ്ങളും എല്ലാം വളർച്ച സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് പ്രത്യുൽപാദനത്തിലേക്ക് തിരിയുന്നത്. അപ്പോൾ വളർച്ചാ സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഗ്രോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പച്ചക്കറിക്കൊക്കെയാണെങ്കിൽ ആദ്യത്തെ ഒരു 25-30 ദിവസമാണ് വളർച്ചയുടെ ഘട്ടം. ആ സമയത്ത് മാത്രമേ ആ ഗ്രോ ആവശ്യമുള്ളൂ. അതുപോലെ മറ്റ് മരങ്ങളും വളർച്ചയുടെ സമയത്ത് ഈ സാധനം കൊടുക്കുക. ഇപ്പോൾ മാവാണെങ്കിൽ വളരുന്ന സമയം
മുഴുവനും ഇത് കൊടുക്കാം. മറ്റുള്ള എല്ലാ വാഴയ്ക്കൊക്കെ വളർച്ചാ സമയത്ത് ഇത് സ്പ്രേയും കൊടുക്കാം, മണ്ണിലും കൊടുക്കാം. ഗ്രോ എന്ന് പറഞ്ഞാൽ വളരെ ഇതൊക്കെ നാനോ ഫോമിലുള്ള പ്രൊഡക്റ്റാണ്. സ്പ്രേ ഒക്കെ എടുത്താൽ ചെറിയൊരു ഡോസ് അടിച്ച് കഴിഞ്ഞാൽ മതി. വളരെ വളരെ പെട്ടെന്ന് തന്നെ ചില വലിയ മരങ്ങളാണെങ്കിൽ മോളിൽ കയറിയൊന്നും അടിക്കാൻ നിൽക്കേണ്ട. അതാണ് ലേബർ ചാർജ് കുറയുമെന്ന് പറയുന്നതിന് കാരണം. മാത്രമല്ല ഇതൊക്കെ തന്നെ മിക്സ് നൈട്രോക്കിങ്ങും ഗ്രോയും അല്ല പല പ്രൊഡക്റ്റും നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒത്തിരി കോസ്റ്റ് കുറയും. നമ്മൾ ഓരോന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് അധ്വാനിക്കുന്നവരാണെങ്കിൽ സീറോ ലേബറിൽ ഒരു പണിക്കാരനും ഇല്ലാതെ നമുക്ക് കൃഷി മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ലേബറാണ് കൃഷി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പുതിയ തലമുറ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ ടെക്നോളജിയിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ. അപ്പം ഗ്രോ എന്ന് പറഞ്ഞാൽ ഗ്രോത്തിനുള്ളതാണ്. ഇനി അടുത്ത സ്റ്റേജാണ് ബ്ലൂം എന്ന് പറഞ്ഞാൽ ഫ്ലവറിങ് സ്റ്റേജ്. ഇപ്പോൾ തെങ്ങ് പോലത്തെ കൃഷിയിലാണ് ഇതെല്ലാം ഒന്നിച്ച് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ സോയിൽ ട്രീറ്റ്മെൻറ്റ് പ്രോഡക്റ്റുകളും ഗ്രോയും നൈട്രോക്കിങ്ങും ബ്ലൂമും എല്ലാം ഒന്നിച്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സാധാരണ ചെടികളിൽ ഗ്രോ നിർത്തി വെച്ചിട്ടാണ് സാധാരണ ബ്ലൂം, കാരണം ഫ്ലവറിങ്ങിലേക്ക് പോകുന്നത് എപ്പോഴും കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്തിട്ടാണ് ഫ്ലവറിങ്ങിലേക്ക് പോകുന്നത്. അതായത് വളർച്ച നിർത്തി വെച്ചതിന് ശേഷം പല ആൾക്കാരും വീടുകളിൽ താലോലിച്ച് ഓമനിച്ച് വളർത്തുന്ന പല ചെടികളും പൂക്കാതിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വളരെ സ്നേഹിച്ച് വളർത്തുന്ന വീടിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നൊരു മാവ്, അതിന് ചെയ്യാത്ത പണികളൊന്നുമില്ല, പക്ഷേ പൂക്കുകയില്ല. കാരണം എന്താണെന്നറിയാം, ഈ വെജിറ്റേറ്റീവ് ഗ്രോത്ത്, അതായത് വെള്ളം കിട്ടാത്ത സമയത്ത് മാത്രമേ ഫ്ലവറിങ്ങിലേക്ക് ഇവർ തിരിയുള്ളൂ. അതായത് അവർക്കറിയാമല്ലോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ്. അതായത് എപ്പോഴും കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഫ്ലവറിങ്ങിലേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ചുവട്ടിക്കൊണ്ട് വെള്ളം ഒഴിച്ചാൽ അന്നേരം അവരിത് സെൻസ് ചെയ്യുന്ന ഇപ്പം വെള്ളമുള്ള സമയം നമുക്ക് അടുത്ത് കൂമ്പിട്ട് വളർന്നേക്കാൻ തീരുമാനിക്കും, പൂക്കൽ മാറ്റി വെക്കും. ഇതുകൊണ്ടാണ് പല ആൾക്കാരും കൃഷിയിൽ പൂ കിട്ടാത്തത്. പല പച്ചക്കറി കൃഷിക്കാർക്കും പല മാവും ഇതുപോലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടത്ര പൂ കിട്ടുകയില്ല. കിട്ടിയാൽ തന്നെ വളരെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. വളരെ കുറച്ച് കാ കിട്ടുന്നതിന് വളരെ ആരോഗ്യത്തോടെ വലിയ ആന പോലെ വളർന്നു നിൽക്കുന്ന മരത്തെ കാപിടുത്തം ഇല്ലാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇതാണ് ബ്ലൂം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അതിനുള്ള സാധനമാണ് ഫ്ലവറിങ്. അതായത് റീപ്രൊഡക്ഷൻ്റെ സമയത്ത് പ്രത്യുൽപാദന സമയത്ത് വേണ്ട മൂലകങ്ങൾ വേറെയാണ്. ആ സമയത്ത് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ചെടി തന്നെ അബോർട്ട് ചെയ്ത് കളയും, വേസ്റ്റാക്കി കളയും. അത് കളയാതിരിക്കണമെങ്കിൽ, കാരണം ഇത് പ്രത്യുൽപാദന സമയത്തിന് മുമ്പ് മുതൽ, അതായത് ഒരു പ്രഗ്നൻസി സ്റ്റേജ് മുതൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് ബ്ലൂം. അതിൻ്റെ അവസാന കാലം മുതൽ കായ എടുക്കുന്നിടം വരെ, അതായത് ബ്ലൂം അമ്മയും കുഞ്ഞിനെയും നോക്കും. അതായത് ഒരു സാധാരണ ചില മരങ്ങൾ ഈ വർഷം നന്നായിട്ട് കാ പിടിച്ചാൽ അടുത്ത വർഷം കാപിടുത്തം കുറവായിരിക്കും. അതിൻ്റെ കാരണം അതിൻ്റെ ആരോഗ്യം മുഴുവൻ മാക്സിമം എടുത്തിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതും മനസ്സിലാക്കുക. അതായത് എപ്പോഴും പ്രത്യുൽപാദന സമയത്ത് ഒരു മരം അല്ല ഒരു ചെടി അല്ല ഒരു ജീവി ഏറ്റവും കൂടുതൽ അല്ല പ്രകൃതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അടുത്ത ജനറേഷനാണ്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ്, നിങ്ങൾ പശുവിനെയൊക്കെ വളർത്തിയിട്ടുള്ള ആൾക്കാർക്കറിയാം. പശു പ്രസവിക്കുന്ന സമയത്ത് ചിലപ്പം ക്ടാവ് എഴുന്നേറ്റ് കൂത്താടുന്ന കാണാൻ പറ്റും. അമ്മയ്ക്ക് തള്ളയ്ക്ക് എഴുന്നേക്കാൻ മേലെ കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പശുവിനെ വളർത്തിയിട്ടുള്ളവർ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ആവശ്യമുള്ള പല കാൽസ്യവും പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ് അമ്മയുടെ ആഹാരത്തിൽ കൂടെ കിട്ടാതെ വന്നപ്പം അവസാനത്തെ സ്റ്റേജ് ആയപ്പോഴത്തേന് വേറെ ഓപ്ഷൻ ഇല്ലാതെ വന്നപ്പോഴത്തേന് ഈ അമ്മയുടെ ദേഹത്തുനിന്ന് ഈ സാധനങ്ങളെല്ലാം വലിച്ചെടുത്ത് കൊച്ചിനെ രക്ഷപ്പെടുത്തി വിടും. കൊച്ചു പോയി ജീവിക്കുക. നമ്മൾ കാരണവന്മാരൊക്കെ പറയാം ഇനി പിള്ളേരുടെ കാലം നിങ്ങൾ പോയി ജീവിക്കുന്നു പറഞ്ഞ പോലെ തന്നെ പ്രകൃതി എടുക്കുന്ന തീരുമാനമാണ് അമ്മയുടെ ദേഹത്തു നിന്നുള്ള വേണ്ട ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ് മുഴുവൻ എടുത്ത് കൊച്ചിന് കൊടുത്തിട്ട് കൊച്ചിനെ രക്ഷിക്കും, അമ്മയെ കൈവിടും. ഇതാണ് പ്രകൃതിയുടെ നിയമം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മരത്തിനും ചെടിക്കും ഇത് തന്നെയാണ്. ആ പ്രത്യുൽപാദന സമയത്ത് മാക്സിമം ഫീഡ് ചെയ്തില്ലെങ്കിൽ, അതിന് വേണ്ട സാധനങ്ങൾ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിന് രോഗാവസ്ഥയിലേക്ക് പോകും. അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മളെക്കാളും ആത്മാർത്ഥമായിട്ട് ഏറ്റവും നല്ല കാതരണം എന്നുള്ള ആഗ്രഹത്തിനിടയിൽ അവരുടെ ആരോഗ്യം ക്ഷയിച്ചു പോകും. ആ സമയത്ത് ലോകത്തുള്ള രോഗങ്ങൾ മുഴുവൻ അതിന് പിടിക്കും. പല ആൾക്കാരും പല കർഷകരും പറഞ്ഞു കേൾക്കാറുണ്ട്, നമുക്ക് വല്ലതും 10 വയസ്സ് ഇങ്ങോട്ട് കിട്ടാറാകുമ്പോൾ ലോകത്തുള്ള രോഗങ്ങൾ മുഴുവൻ വന്ന് പിടിക്കുന്നത്. ശരിയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലതും ഇങ്ങോട്ട് കിട്ടാറാകുന്ന പൂക്കൽ മുതലാണ്. ആ പൂക്കുന്ന സമയം മുതൽ ചെടിയുടെ മുഴുവൻ ആരോഗ്യം എടുത്ത് അതിന് പൂക്കൽ കായലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ആരുമില്ല. അതിന് ആരോഗ്യം സംരക്ഷിക്കാനുള്ളത് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് കീടങ്ങൾക്ക് കയറി അറ്റാക്ക് ചെയ്യാം, ഈസി ആയിട്ട് ഫംഗസിന് കയറി അറ്റാക്ക് ചെയ്യാം. അവരുടെ ആരോഗ്യം ആ സമയത്ത് അവരുടെ ആരോഗ്യം മോശമാകുന്നതുകൊണ്ടാണ് ഇവരെല്ലാം കയറി അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ള സത്യം പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതുപോലെ സംരക്ഷിക്കണം. അതിനാണ് ആ ബ്ലൂം എന്ന് പറഞ്ഞ സാധനം ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. ബ്ലൂം നൈട്രോക്കിങ് പോലത്തെ സാധനങ്ങൾ. ഇനി ഇനി 2-3 പ്രോഡക്റ്റ് ഞാൻ പറയുന്നത് ഫ്രൂട്ടർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഫ്രൂട്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായ മാത്രം, ഒരു കാ ബെറി സൈസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കം കൂട്ടാനും അത് വെയിറ്റ് കൂട്ടാനും ഭംഗി കൂട്ടാനും ഷെൽഫ് ലൈഫ് കൂട്ടാനും അതിൻ്റെ ഫിനിഷിംഗ് വർക്കിനുള്ള സാധനമാണ് ഫ്രൂട്ടറൊക്കെ ചെറിയ ഡോസിൽ നമുക്ക് അവസാനത്തെ സ്റ്റേജിൽ അടിച്ചു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 20% ഉൽപ്പാദനം കൂടുന്ന ഒരു സാധനമാണ് ഫ്രൂട്ടർ. വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി, പല പ്രാവശ്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ 20% മിനിമം. കാരണം ഈ ഫ്രൂട്ടറിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേസ് എലമെൻറ്റ്സ് ആണുള്ളത്. ഈ ട്രേസ് എലമെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൊച്ച് ചോറുണ്ടോണ്ടിരിക്കുന്ന സമയത്ത്, ഒരു കുഞ്ഞു കൊച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി തീർന്നു പോയാൽ എന്ത് ചെയ്യും? ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ പ്ലേറ്റിലുണ്ടെങ്കിലും അത് വേസ്റ്റാക്കി
ആക്കിയിട്ട് ബാക്കി എഴുന്നേറ്റോടും. ഇതുപോലെ അതിന് ഏറ്റവും ടേസ്റ്റുള്ള സാധനമാണ് ഈ ഫ്രൂട്ടറിനകത്ത്. ഒരു ചെടിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള മൈന്യൂട്ട് ഫോമിലുള്ള ട്രേസ് എലമെൻറ്റ്സ് ആണ് ഫ്രൂട്ടറിലുള്ളത്. അതൊക്കെ ചിലപ്പോൾ മൈന്യൂട്ട് ഫോമിലുള്ള ട്രേസ് എലമെൻറ്റ്സ് ഒക്കെ 1 മില്ലിഗ്രാം ഒക്കെ മതിയായിരിക്കും. ആ 1 മില്ലിഗ്രാം കിട്ടിയില്ലെങ്കിൽ 1/2 മില്ലിഗ്രാമേ കിട്ടിയുള്ളെങ്കിൽ ഈ 1/2 മില്ലിഗ്രാമിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ബാക്കി സാധനങ്ങൾ മുഴുവൻ മണ്ണിലുണ്ടെങ്കിൽ ചെടി എടുക്കുകയുള്ളൂ, വേസ്റ്റാക്കി കളയുമല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ മണ്ണിൽ കൊടുത്തിരിക്കുന്ന പല വളങ്ങളും വേസ്റ്റ് ആക്കാതിരിക്കണമെങ്കിൽ ഈ ഫ്രൂട്ടർ ചെറിയൊരു അംശം ചെന്നിട്ടുണ്ടെങ്കിൽ ചെടിക്ക് വളരെ പെട്ടെന്ന് അവിടെ എടുക്കാതെ കിടക്കുന്ന വളങ്ങൾ മുഴുവൻ എടുക്കുന്നതുകൊണ്ടാണ് ഒരു 20-25% ഉൽപ്പാദനം കൂടുതൽ കിട്ടും ഫ്രൂട്ടർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ. ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ ഏറ്റവും ഇടത്തെ സ്ട്രെസ് ഔട്ട് എന്ന് പറഞ്ഞാൽ കാണാം. ഇന്ത്യയിലെ നമ്മുടെ ഫാമേഴ്സിൻ്റെ ഇടയിൽ തീരെ അറിവില്ലാത്തൊരു ഏരിയയാണ് സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്ന കൃഷിയിലെ ഒരു 40-50% ഉൽപ്പാദനം കിട്ടാതെ പോകുന്നത് സ്ട്രെസ്സ് കൊണ്ടാണ്. ഒരു ചെടിക്ക് നമുക്കുള്ള ചില ആൾക്കാർ ആ സ്ട്രെസ്സ് ചെടിക്കുണ്ടോ, നമുക്കല്ലേ ഉള്ളൂ, നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും വികാരങ്ങളും ചെടിക്കുമുണ്ട്. സ്ട്രെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൂടുന്ന ചെടിക്ക് സ്ട്രെസ്സാണ്, വെള്ളക്കെട്ട് ചെടിക്ക് സ്ട്രെസ്സാണ്. നമ്മൾ ഉദ്ദേശിക്കുക ഇഷ്ടം പോലെ മഴ പെയ്യുന്നുണ്ട് ചെടിക്ക് ആവശ്യം പോലെ ആയാലോ എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നത്. ചെടിക്ക് വെള്ളം കൂടുതൽ സ്ട്രെസ്സാണ്, വേനൽ കൂടുതൽ സ്ട്രെസ്സാണ്, വെയിൽ കൂടുതൽ സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നതുകൊണ്ടാണ് ഉൽപ്പാദനം ഒരു 40-50% കുറയുന്നുണ്ട്. ഈ സ്ട്രെസ് ഇതൊരു UK ടെക്നോളജി പ്രോഡക്റ്റാണ് സ്ട്രെസ് ഔട്ട്. വണ്ടർഫുൾ പ്രോഡക്റ്റാണ്. ഈ സ്ട്രെസ് ഔട്ട് വളർച്ചയുടെ സമയത്ത് ഗ്രോയുടെ കൂടെ ഉപയോഗിക്കാം, ബ്ലൂമിൻ്റെ കൂടെ ഉപയോഗിക്കാം, ഏത് സമയത്ത് ഉപയോഗിക്കാവുന്നൊരു പ്രോഡക്റ്റാണ്. ചെടിയുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പറാണ്. ഇമ്മ്യൂണിറ്റി കൂട്ടും, രോഗപ്രതിരോധ ശക്തി കൂട്ടും, ചെടിക്ക് കരുത്ത് കൂട്ടും. നനയ്ക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് പോലും ഈ സ്ട്രെസ് ഔട്ട് ഉപയോഗിച്ചിട്ട് ഉഗ്രൻ റിസൾട്ട്, നനയ്ക്കുന്നതിനൊക്കെ കൂടുതൽ റിസൾട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് സ്ട്രെസ് ഔട്ട്. ഇനി സ്പ്രെഡോൾ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ആക്ടിവേറ്ററാണ്, പെനട്രേറ്ററാണ്, സ്റ്റിക്കറാണ്, ഇതെല്ലാം കൂടെ കൂടിയതാണ്. അതായത് ഈ മറ്റു പ്രോഡക്റ്റിൻ്റെ എഫക്റ്റ് കൂട്ടാനുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മളൊരു ആഹാരത്തിൻ്റെ കൂടെ ഒരു ഉപ്പ് ചേർക്കുന്നില്ല, ചെറിയ ക്വാണ്ടിറ്റി മതി, പക്ഷേ ചെറിയ ക്വാണ്ടിറ്റി ടോട്ടൽ അതിൻ്റെ ടേസ്റ്റ് മാറ്റും. അത് ഉണ്ടെങ്കിൽ ഒട്ടും വേസ്റ്റ് ആകത്തില്ല. ഈ സ്പ്രെഡോൾ 90 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശകലം പോലും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് വേസ്റ്റ് ആകാതെ, ഇത് ഒരു മഴക്കാലത്ത് പോലും പോയി മരുന്നടിച്ചാൽ 1 മണിക്കൂർ ഗ്യാപ്പ് കിട്ടിയാൽ മരുന്നടിച്ചാൽ ചെടി കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും ഈ സ്പ്രെഡോളോട് ചേർത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഡോസ്. അടുത്ത നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും ആരോഗ്യത്തിനെക്കുറിച്ച്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മുഴുവനും രോഗങ്ങളെക്കുറിച്ച്, പ്രതിസന്ധികൾ, കൃഷി നേരിടുന്ന പ്രതിസന്ധികളാണ്. കൃഷി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3-4 പ്രതിസന്ധികളേ ഉള്ളൂ കൃഷിക്ക് വരാനുള്ളൂ. അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ വളരെ എളുപ്പമായി. ആദ്യത്തേത് ഫംഗസാണ്. ഫംഗസ്, വൈറസ്, പെസ്റ്റ്, ഇതാണ് പ്രധാനമായിട്ട് കൃഷി നേരിടുന്ന 3-4 പ്രശ്നങ്ങൾ. ഇതിനെ വളരെ സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ് ഗ്രീൻ പ്ലാനറ്റ്. അതായത് പല കമ്പനികളും ഓരോന്നിനും ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏത് കൃഷിയും മാനേജ് ചെയ്യാം. പച്ചക്കറി മാനേജ് ചെയ്യാം, ഫ്രൂട്ട് പ്ലാന്റ്സ് മാനേജ് ചെയ്യാം, വാഴ മാനേജ് ചെയ്യാം, ഏത് വേണമെങ്കിലും ഇതെന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ വളരെ ലളിതമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും. ഫംഗിസൈഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ പ്ലാനറ്റ് 3 ഫംഗിസൈഡ് ഉണ്ട്. ഒന്ന് PPFC, അത് പൗഡറാണ്. അത് കോൺടാക്റ്റിലാണ് നോർമലി വർക്ക് ചെയ്യുള്ളൂ. ഇത് സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ നീരിനകത്ത് കയറി പ്രവർത്തിക്കുന്നതിനാണ് സിസ്റ്റമിക് എന്ന് പറഞ്ഞത്. ഈ PPFC പൗഡർ എന്ന് പറഞ്ഞാൽ കോൺടാക്റ്റ്, അതായത് രോഗമുള്ളിടത്ത് ഇത് പറ്റിയാലാണ് നോർമലി റിസൾട്ട് കിട്ടുക. ഇപ്പോൾ വാഴയുടെയൊക്കെ സിക്കാട്ടോക്ക എന്ന് പറഞ്ഞ രോഗമുണ്ട്. വാഴയുടെ സിക്കാട്ടോക്ക രോഗം എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് വരുന്ന ഇല കരിയുന്ന രോഗം. ഒരു വാഴയുടെയൊക്കെ കൊലയുടെ ഒരു ഔട്ട്പുട്ട് 40% കുറയും സിക്കാട്ടോക്ക ലാസ്റ്റ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ. അതിനൊക്കെ വളരെ എഫക്റ്റീവാണ് ഈ PPFC പൗഡർ എന്ന് പറയുന്നത്. പല രോഗങ്ങൾക്കും വളരെ എഫക്റ്റീവാണ്. അടുത്തത് ഫംഗിസൈഡ്. അടുത്ത ഫംഗിസൈഡാണ് ഫംഗോകിറ്റ്. ഇത് സിസ്റ്റമിക് ആക്ഷൻ ഉള്ളതാണ്. മണ്ണിൽ കൊടുത്താൽ വേറെ കൂടെ വലിച്ചു കയറി മുകളിലെത്തിക്കോളും. അത്ര പവർഫുൾ സാധനമാണ് ഫംഗസ്. അപ്പം ഈ PPFC പൗഡർ അടിച്ചിട്ട് നിൽക്കാത്ത ഒരു ഫംഗസ് ഉണ്ട് ഏത് കൃഷിയാണേലും. അടുത്ത ഈ ഫംഗസ് ട്രൈ ചെയ്താൽ അതിനകത്ത് കിട്ടും. മൂന്നാമത്തെ പവർ പ്ലാന്റ് റൂട്ട് ഗാർഡ് എന്ന് പറയും. റൂട്ട് ഗാർഡ് മണ്ണിലും കൊടുത്താൽ ഇതിന് 3 കവറാവാത്തൊന്നുമില്ല നമ്മുടെ ഇതുവരെയുള്ളൊരു അനുഭവത്തിൽ. സാധാരണ കടയിൽ ചെന്നാൽ വാഴയുടെ ഫംഗസ്, തെങ്ങിൻ്റെ ഫംഗസ്, തക്കാളിയുടെ ഫംഗസ് 100,000 പ്രോഡക്റ്റ് അവർക്ക് തന്നെ അറിയാൻ മേല. അതടിച്ചാൽ പോയില്ലെങ്കിൽ കർഷകൻ വീണ്ടും കള്ളക്കടയുടെ മുമ്പിൽ പോയി നിൽക്കും. അവർ പറയും എന്നാൽ വേറൊരെണ്ണം തന്നുവിടാന്ന് പറയും. അതുകൊണ്ട് അടിച്ച് ഇങ്ങനെയാണ് കൃഷി മുഴുവൻ. അന്നേരം ഇതെല്ലാം 2-3 പരീക്ഷണം കഴിയുന്നതോടുകൂടി കൃഷിയുടെ കഥ കഴിയും. ഇങ്ങനെയാണ് കൃഷിക്കാർ ഫ്ലോപ്പ് ആകുന്നത്. അതേ സ്ഥാനത്ത് ഇവിടെ ഇത്ര സിമ്പിളായിട്ടുണ്ട്, നമുക്ക് തന്നെ ഈ സാധനം മാനേജ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വേറെ ഒരു സ്ഥലത്തും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇത് വൈറോ ഹിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് വൈറ്റ് ഫ്ലൈസിനെ നിയന്ത്രിക്കാനാണ്. വെള്ളീച്ചയാണ് ഈ വൈറസ് പോലത്തെ രോഗങ്ങൾ പരത്തുന്നത്. അതിനെ നിയന്ത്രിക്കാനുള്ളതാണ് വൈറോ ഹിറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അടുത്ത വൈറസോൾ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. വൈറസോൾ അത്യാവശ്യം ന്യൂട്രീഷനുണ്ട്. വൈറസ് ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ വൈറസിന് ഇത് മതി. വൈറസ് രോഗത്തിന് മരുന്നില്ല എന്ന് സയൻറ്റിസ്റ്റുകൾ പൊതുവെ പറയാറുള്ളതാണ്. അത് ശരിയായിരിക്കാം, വൈറസിന് മരുന്നുണ്ടാവില്ല. പക്ഷേ വൈറസ് വരാതിരിക്കാനായിട്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഈ പ്രോഡക്റ്റിന് സാധിക്കും. വൈറസ് ഏതെങ്കിലും ചെടിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാനാണ് സാധാരണ പറയുക. വെട്ടിക്കളഞ്ഞ് ബോഡോ മിശ്രിതത്തിനകത്ത് മുക്കിയിടാനൊക്കെ പറയും. അപ്പോൾ ഈ സാധനത്തിന് വളരെ ഫാസ്റ്റായിട്ട്, കാരണം അതിനൊന്നും ഒരു സൊല്യൂഷനും ഇല്ലാതെ കിടക്കുന്ന, കൃഷിയിൽ ഒരു സൊല്യൂഷനും ഇല്ലാതെ കിടക്കുന്ന ഏരിയയാണ് വൈറസൊക്കെ. ഇനി കാണുന്ന എല്ലാം പെസ്റ്റിസൈഡുകളാണ്. പെസ്റ്റിസൈഡുകളെക്കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. സാധാരണ വിഷങ്ങൾ എന്നാരും പറയാറില്ല, എല്ലാവരും മരുന്നെന്നാണ് പറയുന്നത്, അല്ലേ? മരുന്നടിക്കാൻ പോയി എന്നാണ് കൃഷിക്കാരൻ പറയുന്നത്. കേരളത്തിൽ ഈ വിഷക്കുപ്പികളുടെ പുറത്ത് ചുമന്ന
നിറം എഴുതിയിട്ടുണ്ട്, നല്ല തലയോട്ടിയുടെ പടമുണ്ട്. പക്ഷേ ഇതിനെ മരുന്നെന്നാണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിൽ ചെന്നാൽ മരുന്നെന്നാണ് പറയുന്നത്, കർണാടകയിൽ ചെന്ന് കഴിഞ്ഞാൽ ഔഷധി എന്നാണ് പറയുന്നത്. ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ ആ വാക്ക് ഉപയോഗിക്കുന്നത് ഒരു ചവനപ്രാശം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആരോഗ്യത്തിന് പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ഫീലാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് വിഷം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നതിന് പകരം മരുന്നെന്ന് പറഞ്ഞ് പറയുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം വിഷം ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ ഭയപ്പെടും. അതുകൊണ്ട് വളരെ ബോധപൂർവമായിട്ട് കമ്പനികൾ തുടക്കത്തിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സാധനമാണ് മരുന്നടിക്കുക. തമിഴ്നാട്ടിലാണെങ്കിൽ മരുന്നെന്ന് പറഞ്ഞാൽ എന്തോ ഔഷധം. പല കൃഷിക്കാരും ഇതെടുത്ത് ദേഹത്തെല്ലാം കുളിച്ചിട്ട് വരാം, ഞാൻ മരുന്നടിച്ചിട്ട് വന്നേക്കാം, ചോറ് വിളമ്പി വെച്ചു, ഞാൻ മരുന്ന് പഠിച്ചിട്ട് വന്നേക്കാമെന്നാണ് പറയുന്നത്. ദേഹം മുഴുവൻ വിഷം കോരി ഒഴിച്ചിട്ട് ഈ കിട്ടുന്ന എന്തെങ്കിലും പൈസ കൂലിയായിട്ടോ അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ ഇത് മുഴുവൻ ക്യാൻസർ ചികിത്സയ്ക്ക് പോകാനുള്ളതാണ്. അതിന് പകരം ഈ പ്രൊഡക്റ്റുകൾ മുഴുവനും ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ മുഴുവൻ ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇൻ്റർനാഷണലായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കേഷനുള്ള പ്രൊഡക്റ്റുകളാണ്. ഓർഗോമൈറ്റ് എന്ന് പറഞ്ഞ ആദ്യത്തെ പ്രൊഡക്റ്റ് മൈറ്റ്സ് ത്രിപ്സ് എന്ന് പറയും. ചാഴി മുഞ്ഞ പോലത്തെ ഇലപ്പേന്, ചാഴി മുഞ്ഞ ഇലപ്പേന്, ഇതിനൊക്കെ മൈറ്റ്സ് എന്നാണ് പറയുന്നത്. മൈറ്റ്സിനെ നിയന്ത്രിക്കാനുള്ളതാണ് ഓർഗോമൈറ്റ് എന്നാണ് എൻ്റെ പേര്. ചാഴി മുഞ്ഞ ഇലപ്പേൻ ഇതുപോലത്തെ കാറ്റഗറിയിലല്ല. രണ്ടാമത്തെ പെസ്റ്റോ ഹിറ്റ് എന്ന് പറയുന്നത് ഈ തണ്ടുതുരപ്പൻ പോലത്തെ ജീവികൾ, 6 കാലിന് മുകളിലുള്ള ച്യൂയിങ് പെസ്റ്റും സക്കിങ് പെസ്റ്റും, 6 കാലിന് മുകളിലുള്ള ചവച്ചരയ്ക്കുന്നതും സ്റ്റെം ബോർഡർ ടൈപ്പ് സാധനങ്ങൾക്ക്, അതായത് കൊമ്പൻ ജെല്ലി, ചെമ്പൻ ജെല്ലി, ഇതിനൊക്കെ ഏറ്റവും പറ്റിയ സാധനമാണ് പെസ്റ്റോ ഹിറ്റ്. അതുപോലെ തന്നെ നീം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. എൻ ബി എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. ഒന്ന് നീം NB എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്, മറ്റേ നീം നീം ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിൽ സാധാരണ കാണുന്ന നീം പെസ്റ്റിസൈഡ് എന്നൊക്കെ പറഞ്ഞ് തരുന്ന പലതും നീം ഓയിലാണ്. നീം ഓയിൽ ഒരിക്കലും പെസ്റ്റിസൈഡായിട്ട് വർക്ക് ചെയ്യില്ല, അത് വെറും റിപ്പല്ലൻ്റ് മാത്രമാണ്. അതായത് ജീവികളെ, കീടങ്ങളെ മാറ്റി നിർത്താനൊരു മണമുണ്ട്. ഇപ്പം നമ്മൾ പശുവിൻ്റെ ഒക്കെ ദേഹത്ത് ഈച്ച കുത്താതിരിക്കാൻ പശുവിൻ്റെ ഒക്കെ ദേഹത്ത് തേച്ച് വെക്കാറുണ്ട് വേപ്പെണ്ണ. ആ വേപ്പെണ്ണ തേച്ചാൽ ഈച്ച വരാതിരിക്കും, ഇത്രയേ ഉള്ളൂ. അതുപോലെയാണ് അത് ഇതിനകത്തും. ഈ ലാസ്റ്റത്തെ പ്രോഡക്റ്റ് അതാണ്, നീം ഓയിലാണ്. പക്ഷേ മറ്റേത് നീം പെസ്റ്റിസൈഡാണ്. നീം പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡാണ്. 14,000 BPM ഉള്ള പ്രോഡക്റ്റാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു നീം പ്രോഡക്റ്റ് ഇല്ല. അപ്പോൾ തെങ്ങിനൊക്കെ കൊമ്പൻ ജെല്ലി, ചെമ്പൻ ജെല്ലിയുടെ ഒക്കെ ബുദ്ധിമുട്ടുള്ളായിരുന്നു. ഞങ്ങളത് പഠിച്ച കമ്പനി പറഞ്ഞതല്ല, ഞങ്ങളിവിടെ പല കൃഷിക്കാരും പറഞ്ഞതെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അവർ തെങ്ങിൻ്റെ ചുവട്ടിൽ പെസ്റ്റോയിറ്റും നീമും നേരത്തെ പറഞ്ഞ സ്പ്രെഡോളോട് തെങ്ങിൻ്റെ ചുവട്ടിൽ ഒഴിച്ചാൽ പോലും മോളിൽ ഇരിക്കുന്ന ചെല്ലി പോകുന്നുണ്ട്. ഒരു ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു സാധനം പ്രോഡക്റ്റ് തെങ്ങിൻ്റെ ചുവട്ടിൽ ഒഴിച്ചാൽ പോലും മോളിൽ ഇരിക്കുന്ന പെസ്റ്റിസൈഡിനെ കളയാൻ പറ്റും. അതാണ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് ഉള്ളിൽ പോയാൽ പോലും സേഫാണ്, കുഴപ്പമില്ല. അതുപോലത്തെ പ്രൊഡക്റ്റുകളാണെന്നുള്ളതാണ്. ഇത് കൃഷിക്കാർ തന്നെ ഉപയോഗിച്ചിട്ട് പറഞ്ഞാൽ, കമ്പനി പറഞ്ഞല്ല, കർഷകർ പലതരത്തിലുള്ള ഉപയോഗം ഉപയോഗിച്ചിട്ട് നമ്മളോട് പറഞ്ഞാൽ. ഇത് ഏത് കൃഷിയിലും, പച്ചക്കറി കൃഷിയിലാണേലും വാഴയിലാണേലും തെങ്ങിനാണേലും ജാതിക്കാണേലും എല്ലാത്തിനും ആപ്ലിക്കബിളാണ്. നെക്സ്റ്റ്, അടുത്ത സ്ലൈഡ്. നെക്സ്റ്റ്, ഇനി ഒത്തിരി ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വാട്ടർ സോലുബിൾ ആയിട്ടുള്ള റെസിഡ്യൂ ഇല്ലാത്ത കെമിക്കൽ പ്രൊഡക്റ്റുകളും ഗ്രീൻ പ്ലാനറ്റിനുണ്ട്. ജസ്റ്റ് പ്രോം എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒന്ന് പെട്ടെന്ന് വിട്ടു. പൊട്ടാഷ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷേ പൊതുവേ ജനറലി നമ്മൾ നാനോ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതാണ് കർഷകന് ലാഭം. കാരണം കർഷകന് ലേബർ ചാർജ് വളരെ കുറഞ്ഞിരിക്കും. ഇതാണ് പ്രോം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. ഇതുപോലത്തെ പ്രോഡക്റ്റുകളുണ്ട്. ഇപ്പോൾ ആദ്യ അവസാനം സൊല്യൂഷൻ ഞാൻ ഏകദേശം പ്രോഡക്റ്റുകൾ കവർ ചെയ്തു. അപ്പോൾ ആദ്യ അവസാനം സാധനങ്ങൾ, ഒരു ഫാം ഇന്ന് നിങ്ങൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് ആ അവസ്ഥയിൽ നിന്ന് ഒരു 360 ഡിഗ്രി തിരിക്കാനും പ്രോഫിറ്റബിൾ ആക്കാനുള്ള ടെക്നോളജി ഗ്രീൻ പ്ലാനറ്റിനുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇനിയുള്ള കാലത്ത് കർഷകർ പ്രോഫിറ്റബിൾ ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യുവാണ്. അതായത് ഒന്ന്, കർഷകർ മൾട്ടി ക്രോപ്പ് ചെയ്യണം. ഒറ്റ സിംഗിൾ മോണോ ക്രോപ്പ് കൃഷി ചെയ്യരുത്. പല കൃഷിക്കാരും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ആകെ കൂടി 1/2 ഏക്കർ സ്ഥലമേ ഉള്ളൂ, ഈ 1/2 ഏക്കറിനകത്ത് മുഴുവൻ കപ്പയിടും. എന്നിട്ട് വീട്ടിലേക്ക് വേണ്ട കാന്താരിമുളക് വരെ കടയിൽ പോയി വിലയ്ക്ക് മേടിക്കും. കപ്പ മാർക്കറ്റിൽ മൊത്തം ആൾക്കാർക്കും വരുമ്പം ഇങ്ങനെ കപ്പയ്ക്ക് 5 രൂപ വില കിട്ടും. വേണേൽ കൊണ്ട് വെച്ചിട്ട് പോകാൻ അവിടെ കടക്കാരൻ പറയും. അവർ ലാഭത്തിലാകാത്ത അവരുടെ കുഴപ്പമാണോ, കടക്കാരൻ്റെ കുഴപ്പമാണോ, മാർക്കറ്റിൻ്റെ കുഴപ്പമാണോ? ആകെ കൂടി 1/2 ഏക്കറേ നമുക്കുള്ളെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന സാധനം തന്നെ അവിടെ ഉൽപ്പാദിപ്പിക്കാൻ മേല? വീട്ടിൽ കഴിക്കുന്ന പച്ചക്കറിയും പഴങ്ങളും സാധനങ്ങളും ഒരു സാധനവും പുറത്ത് പോയി മേടിക്കാതെ ആ 1/2 ഏക്കർ സ്ഥലം മാക്സിമം നമ്മൾ പുറത്ത് പോയി മേടിക്കേണ്ടാത്ത രീതിയിലേക്ക് സ്വയം പര്യാപ്തത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ചെറിയ മൾട്ടി ക്രോപ്പ്, ഒരു കാരണവശാലും സിംഗിൾ മോണോക്രോപ്പ് ചെയ്യാതിരിക്കുക, മൾട്ടി ക്രോപ്പ് ഉണ്ടാവുക. കാരണം പല കൃഷികൾക്കും പല സൂര്യപ്രകാശം മതി. 60% സൂര്യപ്രകാശത്തിൽ വളരുന്ന ചെടികളുണ്ട്. 100% സൂര്യപ്രകാശം വേണ്ടതുണ്ട്. ആ 100% സൂര്യപ്രകാശം വേണ്ടതിനെ മുകളിലേക്ക് കയറി പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ തെങ്ങ് വളർന്നു പോയിക്കോളും, 100% സൂര്യപ്രകാശം വേണ്ട. എന്നാൽ ജാതിക്ക് 60% മതി. അങ്ങനെയുള്ള ഇൻ്റർക്രോപ്പ് ചെയ്യാവുന്ന 60% 50% മാത്രം ചെയ്യാവുന്ന പൂർണ്ണമായിട്ട് തണൽ ചെയ്യാവുന്ന കൃഷികളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മഞ്ഞൾ പൂർണ്ണമായിട്ടും തണൽ ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ അത് 1 സെൻറ്റ് സ്ഥലം പോലും, ഒരു ചെറിയൊരു സ്ഥലം പോലും ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്യുക. അപ്പം തന്നെ ഈ കളയുടെ പുറകെ ഓടി നടക്കാതിരിക്കാൻ പറ്റും. കളയാണ് ശത്രു. അതിനുടനെ വിഷക്കുറ്റി കൊണ്ട്
കൊണ്ട് അവിടെ നടക്കും, ഒറ്റ കൃഷി മാത്രം ചെയ്യുന്നു, വിഷക്കുറ്റിയും കൊണ്ട് അവിടെ മുഴുവൻ നടക്കുന്നു. ഇതൊക്കെ വളരെ മാനേജ് ചെയ്യാൻ അറിയാൻ മേലാത്തതുകൊണ്ടാണ് പകുതി മുക്കാലും പ്രശ്നം. ഇതിനകത്ത് തന്നെ ഉണ്ട് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന നല്ല കർഷകർ ഈ ഗ്രൂപ്പിൽ തന്നെയുണ്ട്. ഞാൻ ഇതിനുശേഷം കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ ആദ്യം അതാണ് കൃഷി മാനേജ്. 1/2 ഏക്കർ സ്ഥലമുള്ളവർ എന്തിനാണ് ഒറ്റ കൃഷി മാത്രം ചെയ്യുന്നത്? അവർക്ക് എന്തുകൊണ്ട് മൊത്തമായിട്ട് അവരുടെ മാത്രമല്ല ഇന്ന് കഴിക്കാനുള്ള ആഹാരത്തിനാണ് ദൗർലഭ്യമുള്ളത്, നല്ല ക്വാളിറ്റി. എന്തുകൊണ്ട് മനുഷ്യന് കഴിക്കാനുള്ള അവനവൻ്റെ വീട്ടിൽ കഴിക്കാനുള്ള പച്ചക്കറികളും പഴങ്ങളും സാധനങ്ങളും എല്ലാം അവിടെ ഉൽപ്പാദിപ്പിക്കുക, നേരിട്ട് മാക്സിമം നേരിട്ട് ആൾക്കാർ നല്ല സാധനം കഴിക്കാനുള്ളവർക്ക് നേരിട്ട് കൊടുത്താൽ നല്ല വില കിട്ടുകയില്ലേ? 1/2 ഏക്കറിലാകും കപ്പയോ അതുപോലെ ഒറ്റ സാധനം മാത്രം ഇട്ടിട്ട് വീടിനടുത്തുള്ള കടയിൽ കൊണ്ട് 5 രൂപയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വീണ്ടും 30-35 രൂപയ്ക്ക് മുളകും മേടിച്ചുകൊണ്ട് തിരിച്ചു പോരുക എന്ന് പറയുന്നൊരവസ്ഥ. എന്നിട്ട് ലാഭത്തിലല്ലാത്ത കൃഷിയുടെ കുറ്റമാണോ മാർക്കറ്റിൻ്റെ കുഴപ്പമാണോ എന്തിൻ്റെ കുഴപ്പമാണ്? അപ്പോൾ നല്ല സാധനം കഴിക്കാനുള്ള സാധനം ആദ്യം ഉൽപ്പാദിപ്പിക്കുക. നമ്മുടെ അയലോക്കത്തുള്ള ആൾക്കാർക്ക് ഡയറക്റ്റായിട്ടല്ലേ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ വില അറിയാവുന്ന ആൾക്കാർക്ക് നേരിട്ട് കൊടുക്കുക. അത് ഫാമിൽ വന്ന് വാങ്ങാൻ പറ്റുന്നവർ വന്ന് വാങ്ങിക്കോളൂ, അതിന് നല്ല വിലയും കിട്ടും, ലാഭത്തിലാവും. രണ്ടാമത്തത് ലേബർ കുറയ്ക്കാനുള്ള ടെക്നോളജിയിലേക്ക് മാറുക പൂർണ്ണമായിട്ട്. ലേബർ ഇനി ഒരിക്കലും ഇപ്പോഴത്തെ കൃഷിയിൽ ലേബർ ചാർജ് കൊടുത്തുകൊണ്ട് അന്യായമായിട്ട് നമ്മുടെയൊക്കെ പല തോട്ടങ്ങളുണ്ട്. 20 പേര് ജോലി ചെയ്തുകൊണ്ടിരുന്ന സാധനത്ത് ഇപ്പം ഒരാളല്ല 2 പേര് ലേഡീസ് മാത്രം വെച്ച് മാനേജ് ചെയ്യാൻ നല്ല തോട്ടങ്ങളുണ്ട്. അപ്പോൾ എന്തുമാത്രം പ്രോഫിറ്റാണ് അതിൽ കൂടെ തന്നെ വരുന്നത്. അപ്പോൾ ലേബർ ചാർജ് കുറയ്ക്കാനുള്ള മോഡേൺ ടെക്നോളജീസിലേക്ക് വരിക. മൂന്നാമത് എപ്പോഴും നമ്മൾ പറയേണ്ട പശുവിനെ കുറിച്ച് പറയുന്നത് സീറോ വേസ്റ്റ് ഫാക്ടറി എന്ന് പറയും. പശു എന്ന് പറയുന്നാൽ ഒരു ഫാക്ടറി ആയിട്ട് നമ്മളൊന്ന് എടുത്തു നോക്കി. ഏത് ഫാക്ടറിക്കാണ് ലോകത്ത് വേസ്റ്റ് ഇല്ലാത്തൊരു ഫാക്ടറി പോലും ഇല്ല. ഇപ്പോൾ പശുവിനൊക്കെ ഇത്രമാത്രം പ്രാധാന്യം പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടും കൃഷിയായിട്ട് ബന്ധപ്പെട്ടും അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. പശു എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ നമ്മൾ തീറ്റയും വെള്ളവും കൊടുക്കുന്നു, വേറെ സൈഡിൽ കൂടെ ഒരു സൈഡിൽ കൂടെ പാല് വരുന്നു, ഒരു സൈഡിൽ കൂടെ ഗോമൂത്രം വരുന്നു, ഒരു സൈഡിൽ കൂടെ ചാണകം വരുന്നു. ഇതിനകത്ത് ഏതാണ് വേസ്റ്റ്? ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഫാക്ടറി 6 മണിക്കൂർ കൊണ്ട് ഈ കൊടുക്കുന്ന സാധനത്തിനെ 6 മണിക്കൂർ കൊണ്ട് ലോകത്തെ ഏറ്റവും നല്ല ഫെർട്ടിലൈസറാക്കി പുറത്ത് തരുന്നൊരു ഫാക്ടറിയാണ് പശുവിൻ്റെ ഒരു സാധനം പോലും വേസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് പശു പ്രകൃതിയുടെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടാണ് അതിനെയൊക്കെ ഒരു വളരെ സ്പെഷ്യൽ പ്രാധാന്യം ഉള്ള ഒരു ജീവിയായിട്ട്. മാത്രമല്ല പ്രകൃതിയുടെ ചലനങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് പണ്ട് വീട്ടിലൊക്കെ തന്നെ പശുവിൻ്റെ ലക്ഷണങ്ങൾ നോക്കി പശുവൊക്കെ ഈ പ്രളയമൊക്കെ വരുന്ന നേരത്തെ തന്നെ മുൻകൂട്ടി സെൻസ് ചെയ്യാനായിട്ട് കഴിവുള്ള അങ്ങനത്തെ പ്രകൃതിയുടെ ചലനങ്ങൾ മനസ്സിലാക്കാൻ ഇതിനെയൊക്കെ നോക്കിയാണ് പണ്ടത്തെ കാലത്ത് കർഷകർ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഉറുമ്പിനെ നോക്കിയാണ് മഴ വരാറായോ എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ഉറുമ്പ് കൂട് കൂട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഒരാഴ്ചയ്ക്ക് മഴ പെയ്യുമെന്നവർക്കറിയാം. കാരണം ഉറുമ്പിനൊക്കെ നമ്മളെക്കാൾ മുമ്പ് ഇവിടുത്തെ കാലാവസ്ഥ നിരീക്ഷകരൊന്നും വന്നിട്ട് അധികം കാലമായില്ല. ഉറുമ്പൊക്കെ ആയിരുന്നു ഇവിടുത്തെ കാലാവസ്ഥ നിരീക്ഷകർ. ഉറുമ്പ് ആഹാരം സ്റ്റോർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഒരാഴ്ചയ്ക്ക് മഴ പെയ്യും, മഴ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ആഹാരം അവർ അഡ്വാൻസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. അത് കണ്ടിട്ടാണ് കർഷകർ കപ്പയ്ക്ക് കൂനായിട്ടുകൊണ്ടിരുന്നത്. ഇതുപോലത്തെ സംഭവങ്ങൾ പ്രകൃതിയെ നിരീക്ഷിച്ചും ഓരോ ജീവികളെ നിരീക്ഷിച്ചിട്ടാണ് പല കാര്യങ്ങളും അവർ അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇത്രയും വലിയ അഡ്വാൻസ് ടെക്നോളജി വന്നിട്ട് പോലും പലതും പ്രവചിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഉറുമ്പിനെ നോക്കി മനസ്സിലാക്കുന്നു, മീനിനെ നോക്കി മഴ മാറിയോ എന്ന് മനസ്സിലാക്കുന്ന, മീനിനെ നോക്കി മനസ്സിലാക്കുന്ന കർഷകരുണ്ട്. ആ തോട്ടിൽ നിന്ന് മീൻ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മഴ കഴിഞ്ഞു, അല്ലെങ്കിൽ മഴ മാറിയെന്ന് അവരതിനു മുമ്പ് മനസ്സിലാക്കിയിട്ട് ആ തോട്ടിൽ നിന്ന് അതിനു മുമ്പ് വെള്ളം പറ്റുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോവും. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഇതിനെയൊക്കെ ഒബ്സർവ് ചെയ്ത്, ഇന്നത്തെ ടെക്നോളജി ഒന്നും മോശമെന്നല്ല പറഞ്ഞത്, അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ആൾക്കാർ സർവൈവ് ചെയ്തിരുന്നെങ്കിൽ അവരെയാണ് നമ്മൾ നമിക്കേണ്ടത്. കാരണം ഇത്രയും വലിയ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് പോലും ഇവിടെ പ്രളയം പോലും പറയുന്നത് എല്ലാ ദിവസവും റെഡ് അലർട്ട് പറഞ്ഞേക്കാം, ഒരു ദിവസം പോലും. കാരണം ഇന്നൊക്കെ റെഡ് അലർട്ട് പറഞ്ഞിരുന്ന ദിവസം 40 ഡിഗ്രി 45 ഡിഗ്രിയാണ് ചൂട്. അപ്പോൾ അതിനേക്കാളും ഭേദമാണ് ഏതായാലും ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ആൾക്കാർ ജീവിച്ചിരുന്നല്ലോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്. അപ്പോൾ അവരുടെ അറിവ് ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ ഭാഗത്തുനിന്നും നല്ല കർഷകരുടെ ഭാഗത്തുനിന്നും നല്ല പരമ്പരാഗത കർഷകർ ഇവരെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തതിനകത്തുനിന്ന് കിട്ടിയ അറിവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ട് നമ്മളെല്ലാവരും വെർഷൻ കേൾക്കണം. അതാണ് നമ്മളിപ്പോൾ എല്ലാത്തിനും തീവ്രവാദമാകുന്നതിൻ്റെ ആദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പലതിനകത്തും തീവ്രവാദമാകുന്നതിൻ്റെ കാര്യം നമുക്ക് ഒരു സൈഡ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരു വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ മാത്രം കണ്ടിട്ടുള്ള ഒരാളുടെ വിശ്വാസം ആ വീട് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഒരാൾ ടോപ്പ് എലിവേഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, മോളിൽ നിന്ന് ആ വീട് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞ് ഇവർ തമ്മിൽ അടി കൂടുകയും കത്തിക്കുത്തി വരുന്നതിൻ്റെ കാരണം അവർ കണ്ടിരിക്കുന്ന ഒരു ആംഗിൾ മാത്രമാണ്. എല്ലാ ആംഗിളും നമ്മൾ കണ്ടു കഴിയുമ്പോൾ എല്ലാവരുടെ ഭാഗത്തും ശരിയുണ്ടെന്നും എല്ലാവരുടെ ഭാഗത്തും പോയിന്റുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനെ സംയോജിപ്പിച്ച് ഒരു കൃഷിരീതിയാണ് ഗ്രീൻ പ്ലാനറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. അടുത്ത ഏറ്റവും ഒരു കർഷകൻ മനസ്സിലാക്കിയിരിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു പല ക്രോപ്പുകൾ, ഏറ്റവും ഡിമാൻഡുള്ള ക്രോപ്പുകൾ കൃഷി ചെയ്യാൻ പഠിക്കണം. കർഷകർ ഇനി മുതൽ ഈ ഒരു ലോക മാർക്കറ്റിൽ നമ്മൾ പണ്ടത്തെ പോലെ ഒരു പഞ്ചായത്തിൽ മാത്രം ഒരു മാർക്കറ്റല്ല, ലോകത്തിന് മുഴുവനാണ് ഇന്ന് മാർക്കറ്റ്, സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി. അപ്പോൾ അതുകൊണ്ട് ഡിമാൻഡുള്ള സാധനം കൃഷി ചെയ്യാൻ പഠിക്കണം. അല്ലാതെ നമുക്കറിയാവുന്ന ഒരു പണിയുണ്ട് അത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ലാഭത്തിലാക്കിക്കോണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാലത്തിനനുസരിച്ചുള്ള മാറ്റം, ഇപ്പോഴത്തെ ഫ്യൂച്ചറുള്ള ക്രോപ്പ് ഏതാണോ അത് ചെയ്യുക, വിലയുള്ള സാധനങ്ങൾ ചെയ്യാൻ പഠിക്കണം. ക്രോപ്പ് വില കുറഞ്ഞത് ഒരു പ്രാവശ്യം ഒഴിവാക്കണം, വില കൂടിയത് വീണ്ടും പ്ലാന്റ് ചെയ്യാൻ പഠിക്കണം. മോശമാണെങ്കിൽ ചുവട്ടെ വെട്ടിക്കളയാനുള്ള ഗട്സ് കാണിക്കണം. ഇതൊക്കെ കാണിക്കുന്ന ഇപ്പം നമ്മൾ ഇസ്രായേലിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേന് അവരൊക്കെ 15 വർഷം ഒരു കൃഷി ചെയ്യുള്ളൂ, ചുവട്ടെ വെട്ടുവാണ്. നല്ല ഉൽപ്പാദനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് ചുവട്ടെ വെട്ടിയിട്ട് അതിൻ്റെ പീക്ക് പ്രൊഡക്ഷനുള്ള സമയത്ത് മാത്രമേ അവർ എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് വെട്ടിപ്പറിച്ച് കളഞ്ഞിട്ട് അടുത്ത പ്ലാന്റ് ചെയ്യും. ആ ഗട്സ് കാണിക്കാനുള്ള കൃഷിക്കാരനൊരു ബിസിനസ് പോലെ കാണണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. മോശമാണെങ്കിൽ ഒഴിവാക്കണം.
അതിനകത്ത് വേറെ ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. അപ്പം പുതിയത് ആഡ് ചെയ്യുകയും മോശമുള്ളതിനെ ഡിമാൻഡ് കുറഞ്ഞതിനെ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനെ പോലെ നമ്മൾ കൃഷിക്കാരെ ചിന്തിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനി മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കണം, നോളജ് കൂട്ടണം. ഇനിയുള്ള കാലത്ത് നമ്മളെന്തെങ്കിലും അറിയാവുന്ന ജോലി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കുഗ്രാമത്തിലിരുന്ന് ചെയ്തുകൊണ്ടിരുന്നിട്ട് ലാഭത്തിലായില്ലെന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. നോളജ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ആ നോളജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രീൻ പ്ലാന്റ് ഒരുക്കിയിരിക്കുന്നത്. നോളജ് നമ്മളൊരു ഇന്ത്യയിലെ മുഴുവനും ആൾക്കാർ, ഇന്ത്യയിലെ പല വ്യത്യസ്തമായ കൃഷിരീതികളും വ്യത്യസ്തമായ കർഷകരുമായിട്ട് സംവദിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഗ്രീൻ പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പല കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പല സ്ഥലങ്ങളിൽ പല ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ്, പല ഡിഫറൻ്റ് ആയിട്ടുള്ള ക്രോപ്പുകൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുമായിട്ട് സംവദിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഗ്രീൻ പ്ലാന്റ് തരുന്നത്. അവർ തന്നെ, കമ്പനി തന്നെ പുറത്തെ ടെക്നോളജികൾ ഇന്ത്യയിൽ എത്തിക്കുന്നു. ആ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇത് ഇന്ത്യയിലെ പല വ്യത്യസ്തമായ സാഹചര്യത്തിൽ, വ്യത്യസ്തമായ ക്ലൈമറ്റിൽ, വ്യത്യസ്തമായ ക്രോപ്പ്, വ്യത്യസ്തമായ മണ്ണിൽ നിന്ന് വളരുന്നവരുമായിട്ട് സംവദിക്കാനും ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം. അപ്പം നമ്മുടെ നോളജ് കൂടും. നോളജ് കൂടുന്നത് കൊണ്ട് മാത്രമേ ഇനിയുള്ള കാലത്ത് പ്രോഫിറ്റ് കൂടുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും പ്രോഫിറ്റ് കൂടുതല. ഇനി അടുത്ത വാല്യൂ അഡീഷൻ. കൃഷിക്കാരൻ എപ്പോഴും അറിയേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വാല്യൂ അഡീഷൻ. വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. വാഴക്കൊലയ്ക്ക് വിലയില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഇഷ്ടംപോലെ കൃഷിക്കാരനെ കാണാറുണ്ട്. പക്ഷേ അത് ചിപ്സാക്കി മാറ്റിയ വിലയുണ്ട്. പക്ഷേ അതിന് നമുക്ക് ക്ഷമയില്ല. നമ്മൾ വാഴക്കൊല ഇന്ന് 100 കുലച്ച് നിൽപ്പുണ്ടാകും, 100 ഇന്ന് കൊടുത്ത് ആരുടെയും തലയിൽ കൊടുത്തിട്ട് കാശ് മേടിച്ചിട്ട് എനിക്ക് ഊരണം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് വാല്യൂ അഡീഷനെ കുറിച്ച് കർഷകർ വരണം. ഇതിനെ അടുത്ത പ്രൊഡക്റ്റായിട്ട്, ബൈ പ്രൊഡക്റ്റായിട്ട് മാറ്റാനുള്ള അറിവ് നമ്മൾ ഉണ്ടാക്കണം. അതിന് ഏതിനാണോ മാർക്കറ്റുള്ള സാധനം ചെയ്യണം. സ്റ്റോർ, ഇപ്പം ചിപ്സായാൽ നമുക്ക് സ്റ്റോർ ചെയ്യാം, ഇന്ന് വിറ്റിട്ടില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകില്ല. അപ്പോൾ അത് നമുക്ക് സ്റ്റോക്ക് ചെയ്യാം, 1 മാസം കഴിഞ്ഞ് വേണമെങ്കിലും കൊടുക്കാം, വിലയുള്ളിടത്ത് കൊണ്ട് കൊടുക്കാം, നമുക്ക് സമയം കിട്ടും, ആ ബ്രീത്തിങ് ടൈം നമുക്ക് കിട്ടും. ആ ബ്രീത്തിങ് ടൈം കിട്ടാവുന്ന രീതിയിലേക്ക് ഇതിനെ വാല്യൂ അഡീഷൻ നടത്താനായിട്ട് പഠിക്കണം. ഇങ്ങനത്തെ കുറേ ചേഞ്ചസോടെ കർഷകർ ചെയ്തു കഴിഞ്ഞാൽ കർഷകർ പ്രോഫിറ്റബിൾ ആവും. അപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്, പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ വളരെ സമയക്കുറവായതുകൊണ്ട് നമ്മൾ കട്ട് ഷോട്ട് ചെയ്യുവാണ്. ഡീറ്റെയിൽ ആയിട്ടൊരു ഹാഫ് ഡേ എടുത്ത് ചെയ്യാനുള്ള അത്രയും സബ്ജക്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും കുറഞ്ഞ സമയത്തിനകത്ത് ഇത്രേ പറ്റുള്ളൂ. വേറെ ഓരോ ദിവസങ്ങളും നമ്മൾ ഓരോ ക്രോപ്പ് വെച്ച് പറയുന്നുണ്ട്. കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു ഓഫ്ലൈൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഫുൾ ഡേ ഓഫ്ലൈൻ ട്രെയിനിങ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എന്തായാലും ഇന്ന് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് കൃഷി നന്നായിട്ട് ചെയ്യുന്ന, ലാഭത്തിൽ പോകുന്നവരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പേരെ നമ്മൾ ഇതിനകത്ത് നിങ്ങളെ പരിചയപ്പെടുത്താം. എല്ലാവരെയും ഒന്നും പരിചയപ്പെടുത്താൻ സമയമില്ല. അപ്പോൾ ഇരിങ്ങാലക്കുട എന്നുള്ള ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട്, ഒരു മിസ്റ്റർ ജേക്കബ് സാജു. അദ്ദേഹം പ്രധാനമായിട്ട് റംബൂട്ടാൻ കൃഷിയാണ് ചെയ്യുന്നത്. ഒരു രാത്രി 11 മണിക്ക് എനിക്കൊരു കോൾ വന്നു. അദ്ദേഹം വേറെ എവിടുന്നോ പറഞ്ഞറിഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ റിസൾട്ടുകളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ട്രയൽ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ആദ്യം വളരെ വിശ്വാസം ഇല്ലാതെ തന്നെ വന്ന ആളാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം പറയുന്നുണ്ടാവും. ഓവർ ടു ജേക്കബ് സാജു സാർ. ഗുഡ് ഈവനിങ്. ഞാൻ ഗണേഷ് സാർ പറഞ്ഞെടുത്തോട്ട് കേട്ടിട്ട് റംബൂട്ടാൻ വെച്ച് ആദ്യ വർഷങ്ങളിൽ തന്നെ യൂസ് ചെയ്ത് തുടങ്ങിയത് ഗ്രോ, പിന്നെ നൈട്രോക്കിങ് വളരെ വളരെ സക്സസ്ഫുൾ. മാത്രമല്ല നല്ല ഗ്രോത്ത് എനിക്ക് ചെടികൾക്ക് കിട്ടും ചെയ്തു. പിന്നീട് ഞാൻ ഒരു 2.5 വർഷമായപ്പോഴും എനിക്ക് നല്ല വിളവ് കിട്ടി. അത് ഞാനൊരു ഡിസംബർ ആയപ്പോൾ വെള്ളം നിർത്തിയിട്ട് ബ്ലൂം കൊടുത്ത് പിന്നെ എവറി 15 ഡേയ്സിൽ ഞാൻ ബ്ലൂം കൊടുത്തോണ്ടിരുന്നു. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ മറ്റേ ഫ്രൂട്ടർ 1 മില്ലി വെച്ച് കൊടുത്തു. പിന്നെ ഒരു മാർച്ച് മാസം ഏപ്രിലൊക്കെ ആയപ്പോ ഞാൻ ഇത് കൊടുത്തു, നമ്മുടെ സ്ട്രെസ് ഔട്ട്. മറ്റേതിന്റെ കൂടെ നമ്മുടെ സ്റ്റിക്കർ, നമ്മുടെ അത് യൂസ്. എന്തായാലും വളരെ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിന് ഏറ്റവും പ്രധാന ഉദാഹരണം ഈ വർഷം ഞങ്ങളുടെ ഏരിയയിൽ ഒരു സ്ഥലത്തും റംബൂട്ടാൻ ഉണ്ടായില്ല. പക്ഷെ എനിക്ക് നോർമൽ പോലെ തന്നെ നന്നായിട്ടുണ്ടായി. ഈ വർഷം സാധാരണ റംബൂട്ടാനൊക്കെ ജൂലൈ 25 കഴിഞ്ഞ ഒരു 50 രൂപ 75 രൂപയ്ക്ക് കിലോ തൃശ്ശൂർ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. ഈ വർഷം അത് 360 രൂപയാണ്. എനിക്ക് പേഴ്സണലി വലിയ ബെനിഫിറ്റ് കിട്ടില്ല, കാരണം നമ്മൾ മുറിഞ്ഞു കൊടുക്കുന്ന അത്. പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ വർഷം അബിയു എന്ന് പറഞ്ഞ 10-60 മരം ഉണ്ട് എനിക്ക്, അതിൽ ഞാൻ കൊടുത്തു. എനിക്ക് നല്ല റിസൾട്ട് ഒക്കെ കിട്ടും, നല്ല വലിയ കായകള്. പിന്നെ ഒരുപാട് കിട്ടി. ഇപ്പൊ ഈ അബിയു എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ട് അധികം ഉണ്ടാകുമ്പോൾ നമുക്ക് ടെൻഷൻ, അത് മരം ഒടിക്കും, നല്ല വെയിറ്റ് ഉള്ള ഫ്രൂട്ട്സ് അത്. അപ്പൊ അത് കുറെ മരം ഒടിഞ്ഞു. കഴിഞ്ഞ വർഷം ഒരുപാട് കായുണ്ടായി, വലിയ കായകളുണ്ടായി. വളരെ നല്ല സാധനമാണ് ഈ ബ്ലൂമും ഫ്രൂട്ടറും. പിന്നെ ഗ്രോത്ത്, മറ്റേ ചെടി വളരുന്ന സ്റ്റേജിൽ ഏറ്റവും നല്ലത് നൈട്രോക്കിങ് ഗ്രോ. പിന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് അടയ്ക്കാൻ മരങ്ങൾക്ക് ഞാൻ ഈ റൂട്ട് ഗാർഡ്, പിന്നെ ഈ പ്രീമിയം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിരുന്നു. റൂട്ട് ഗാർഡ്, പ്രീമിയം, പിന്നെ ഭൂമി പവർ, പിന്നെ ബ്ലൂം. ഇത് 4ഉം കൂടി ഞാൻ കടക്കി ഒഴിച്ചു. ഇത് എന്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ ഇവരുടെ ഗ്രീൻ പ്ലാന്റിന്റെ പ്രൊഡക്റ്റ് കാണുന്നത്. ചെടികൾക്ക് ഒരു പ്രശ്നവുമില്ല, നല്ല ഹെൽത്ത്, ഒരു കേടുമില്ല.
പെർഫെക്റ്റ്. അതാണ് എനിക്ക് ഏറ്റവും ഹാപ്പി. എനിക്ക് നല്ലൊരു ഫ്രൂട്ട് ഫാം ഉണ്ട്, വളരെ നല്ല രീതിയിൽ പോകും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട് ഫാം.